നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ചന്ദ്രന് പോയാൽ പോലും മലയാളിയുടെ ചായക്കട കാണാമെന്ന് പറയും പോലെ, മൂകാംബികയിൽ അങ്ങ് കുടജാദ്രി കയറി പോയാൽ അവിടെ ഒരു മലയാളിയുടെ ചായക്കട ഉണ്ട് എന്ന് പറയുന്ന പോലെ, ലോകത്തെവിടെ പോയാലും മലയാളി തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഒരു മലയാളി ഹോളിവുഡ് സിനിമയിൽ പോയി ആദ്യമായി ഒരു മലയാളി കയ്യൊപ്പ് ചാർത്തിയത് തോമസ് ബെർലി എന്ന് പറഞ്ഞ കൊച്ചിക്കാരനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തോമസ് ബെർലി കുരിശിങ്കൽ. കുരിശിങ്കൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടോണി കുരിശിങ്കലിന് ഓർമ്മ വരും, നമ്പർ 20 മദ്രാസ് മെയിൽ. ഇന്ന് അദ്ദേഹം 92ാമത്തെ വയസ്സിൽ ഇന്ന് കൊച്ചിയിൽ നിര്യാതനായി. തോമസ് ബെർലി കുരിശിങ്കൽ. PRS പിള്ളയും വിമൽ കുമാറും കൂടി സംവിധാനം ചെയ്ത തിരമാല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആദ്യകാലത്തെ. ആ സിനിമയിൽ നായകനായിട്ടാണ് സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. 22 വയസ്സെന്തോളം തോമസ് ബെർലി. ആ സിനിമയിലെ തിരമാലയിലെ വില്ലനായിരുന്നു സത്യമാഷ്. മലയാള സിനിമയിലെ ആ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. പിന്നീട് അദ്ദേഹം സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും സംഗീത സംവിധായകനുമായും ഒക്കെ വിരാജിച്ചു. ഹോളിവുഡ് സിനിമയിൽ ആദ്യമായി എത്തിയ മലയാളിയാണ് തോമസ് ബെർലി. കാലിഫോർണിയയിലേക്ക് ചേക്കേറി പിന്നെ ഹോളിവുഡിലെത്തി. 1932 ഫോർട്ട് കൊച്ചിയിലാണ് ജനിച്ചത്. 21ാമത്തെ വയസ്സിലാണ് തിരമാലയിൽ അഭിനയിച്ചത്. കാലിഫോർണിയയിൽ അഭിനയ കോഴ്സ് പഠിക്കാൻ പോയതാണ്. ഇംഗ്ലീഷ് സിനിമകളിൽ അഭിനയിച്ചു. അവിടെ തിരക്കഥാകൃത്തായി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു. 1959 നെവർ സോ ഫ്യൂ എന്ന ബോളിവുഡ് സിനിമയിലും മായ എന്ന കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് സിനിമയും നിർമ്മിച്ചു. 2015 മലയാളത്തിൽ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് തോമസ് ബെർലി അവസാനമായിട്ട് അഭിനയിച്ചത്. ഭാര്യയുടെ പേര് സോഫിയ, മക്കള് തന്യ, തമീന, തരുൺ. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു കുറച്ച് ദിവസം എന്തോ, അവിടെയായിരുന്നു അന്ത്യം. വിദേശ മത്സ്യ വിപണന രംഗത്ത് വലിയ ബിസിനസ്സുകാരനായിരുന്നു. A to Z എന്ന് പറഞ്ഞ ഫുഡ് കമ്പനിയിലും അദ്ദേഹത്തിന് പങ്കാളിത്തം ഉണ്ടായിരുന്നു. 1975 ഇത് മനുഷ്യനോ എന്നുള്ള സിനിമയും 1985 വെള്ളരിക്കപ്പട്ടണം എന്ന സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തു. തോമസ് ബെർലി സാർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും നിരാശ തോന്നിയത് എനിക്കാണ്. ഞാൻ ഇന്നലെ ഫിലിം ഫെസ്റ്റിവലിന്റെ ടാഗോർ തിയേറ്ററിൽ ഒഫീഷ്യൽ ഓഫീസിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. നമ്മുടെ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ മാമന്റെ മകൻ സാജു ചേലങ്ങാട് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് എനിക്ക് ബ്രീഫ് ചെയ്ത് നിന്നിട്ട് പറഞ്ഞു, കൊച്ചിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ 91ാമത്തെ വയസ്സിലും കൊച്ചി വഴി കാർ ഓടിച്ച് വെലസി പോകുന്ന ആളാണ്. നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാണ്. സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കാണും എന്ന് പറയുകയും, നിങ്ങൾ പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, സാജുവും കൂടെ വരുമെന്ന് തൊട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തുനിന്ന് ഒരു കാറിൽ ഞാനും സാബു സർഗവും സലത്തോട്ടും കൂടി ചേർത്തലയിൽ ചെന്ന് സാജു ചേലങ്ങാടിനെയും കയറ്റി തോമസ് ബെർലി സാറിനെ കാണാനിരുന്നതാണ്. പക്ഷെ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. 92ാമത്തെ വയസ്സിൽ ആർക്കും ഒരു ബാധ്യതയാവാതെ ജീവിച്ച്, ആണുങ്ങളെ പോലെ ജീവിച്ച് അദ്ദേഹം വിട പറഞ്ഞു. ആ അനശ്വര കലാകാരനെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അനശ്വര കലാകാരന്റെ ആത്മാവിന് അഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. ചെയ്യണോ വേണ്ടേ എന്ന് ഒരുപാട് നേരം ആലോചിച്ച ശേഷമാണ് ഞാൻ ഇന്നത്തെ കഥ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആർക്കും ബാധ്യതയാവാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ അരഞ്ചാണം പാമ്പാവണ കാലം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്നാലും സാരമില്ല, നമ്മൾ നമ്മുടെ നയങ്ങൾ വെള്ളം ചേർത്താലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പ്രോഗ്രാമുകൾ വന്നതിൽ ഒരുപാട് പേര് എൻ്റെ ശത്രുവായിട്ടുണ്ട്. വളരെ മോശം ഭാഷയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമൊക്കെ ചെയ്ത പ്രിയദർശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാവുന്ന പ്രിയനോടൊപ്പം 25ഓളം ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ചെയ്ത സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന, അദ്ദേഹം ചെയ്ത 50ഓളം പരസ്യങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന പ്രിയന്റെ ഏറ്റവും അടുപ്പക്കാരനായ സുരേഷ് കുമാർ, അതുപോലെ നിർമ്മാതാവ് ഹരിപ്പോത്തന്റെ മകളെ കല്യാണം കഴിച്ച അനിൽ തോമസ്,
എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. മാക്ടയിലും ഫെഫ്കയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത ജോസ് തോമസ്. ഇങ്ങനെ കുറേ പേര്. ഉദയകൃഷ്ണൻ സിബിയിലെ സിബി. എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷെ നമ്മുടെ ചാനൽ വന്ന ഓരോ ഘട്ടത്തിലും ഓരോരുത്തരായിട്ട് എൻ്റെ നിന്ന് പിണങ്ങിപ്പോയി. ഇന്നലെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ടാഗോർ തിയേറ്ററിൽ ഇവരെല്ലാം എനിക്ക് കാണാൻ പറ്റിയെന്ന് മാത്രമല്ല, തൊട്ടപ്പുറത്തെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ ഡിന്നർ ആയിരുന്നു ഇന്നലെ. അപ്പം നമ്മൾ ഈ ഡിന്നറിനൊന്നും ആരും ക്ഷണിക്കാറുമില്ല, പോകാറുമില്ല. ഫെഫ്കയുടെ അല്ല, ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ടാഗോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. നമ്മളതൊരു നിയമം, ഒരു വാശി പോലെയാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ ഇനി ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാലത്ത് മാത്രമേ ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കൂ എന്ന് തീരുമാനിച്ചു. അത് കമൽ വന്ന ശേഷമാണ്. കാരണം കമൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന സമാപന പ്രോഗ്രാമിൻ്റെ ഒരു ക്ഷണക്കത്ത് ദിനേശിന് അയച്ചാൽ ഞാൻ ഈ സ്ഥാനം രാജിവെക്കുമെന്ന് മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞ അന്നത്തെ സെക്രട്ടറിയോട് ഭീഷണിപ്പെടുത്തുകയും മഹേഷ് പഞ്ചു അയാളുടെ നിസ്സയാവസ്ഥ എന്നെ വിളിച്ചു പറഞ്ഞു, ദിനേശ് ജി, ഞാൻ നിങ്ങൾക്ക് ക്ഷണക്കത്ത് അയച്ചാൽ കമൽ രാജിവെക്കുമെന്നാണ് പറയുന്നത്. ഒരു ചെയർമാൻ രാജിവെക്കാൻ ഒരു കത്ത് അയച്ചതിൻ്റെ പേരിൽ ചെയർമാൻ രാജിവെക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അയക്കണം. ഞാൻ അയക്കണ്ട, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കും, ചെയ്യാൻ പാടില്ലാത്ത കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്യുന്ന ഒരു ചെയർമാൻ ഇരുന്നുകൊണ്ട് പോക്കൃത്തങ്ങൾ കാണിക്കുന്നു എന്ന് ഞാൻ സത്യസന്ധമായി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കൊരു ക്ഷണക്കത്ത് അയച്ചാൽ വരില്ല എന്ന് പറയുമ്പോൾ അയാളെ മനസ്സ് എത്ര ഇടുങ്ങിയതാണെന്ന് അരച്ചു. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അവിടെ നിൽപ്പുണ്ട്, ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഈ ഡിന്നർ നടക്കുന്നിടത്ത് നിൽപ്പുണ്ട് ഇദ്ദേഹം സിബിമലയിലും ഒക്കെ. എന്നെ കണ്ടപ്പോൾ അവർ ചൂളിക്കാണ്, ഞാൻ ചൂളില്ല. ഞാൻ തലയുയർത്തി പിടിച്ചതിനാണ് അവിടെ എല്ലാവരുടെയും സംസാരിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി കമൽ ഇരിക്കുന്ന കാലത്തെന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്ന കാലത്ത് ഫെസ്റ്റിവലിന് പോകില്ല. ഒരു സിനിമയും കണ്ടില്ല എന്നൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ സിനിമയൊക്കെ കിട്ടാനുള്ള വേറെ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പോയില്ല. അതിനുശേഷം വന്ന രഞ്ജിത്ത് വന്നപ്പോഴും ഒക്കെ ഞാൻ ആ നിലപാട് മാറ്റിയില്ല. കാരണം ആരൊക്കെ ചെയർമാൻ മാറി വന്നാലും അക്കാഡമി ഇരിക്കുന്നവർ ഒരേ ഉദ്യോഗസ്ഥരല്ലേ, താപ്പാനകളുടെ താവളമാണ്. അതുകൊണ്ട് തന്നെ അവരെ അയക്കില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ക്ഷണക്കത്തൊന്നും ആരും അയക്കാറില്ല. പക്ഷേ 22 പഴയകാല നടിമാരെ ആദരിക്കുന്ന ചടങ്ങിന് അക്കാഡമിയിൽ നിന്ന് എന്നെ ഫോൺ ചെയ്ത് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയാൾക്ക് വിളിച്ച ആളിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ ഒരു സ്റ്റാഫ് മാത്രമാണ്, ഞാൻ ഈ ക്ഷണക്കത്തയക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ വകുപ്പിൽപ്പെട്ടതല്ല, എന്നെ താങ്കളെ വിളിച്ച് അറിയിക്കണമെന്നുണ്ട്, അറിയിച്ചതാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ ചെല്ലുകയും ചെയ്തു, പ്രേമം കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. ഇന്നലെ ഈ ഡിന്നറിനും എന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് ഒരു കാർഡ് കൊണ്ടുവന്ന് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നുകൊണ്ടൊരു ഗുണമുണ്ടായി. ആ ഡിന്നർ സ്ഥലത്ത് വെച്ച് അനിൽ തോമസുമായിട്ടുള്ള പിണക്കം തീർക്കാൻ പറ്റി, ജോസ് തോമസുമായിട്ടുള്ള പിണക്കം മാറി, സിബി കെ തോമസുമായിട്ടുള്ള പിണക്കം മാറി, സുരേഷ് അച്ഛനെയാണ് എനിക്ക് കൃഷ്ണ സംവിധാനം ചെയ്തത്, സുരേഷ് എല്ലാവരുടെയും പിണക്കം മാറ്റാൻ പറ്റി. കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇവൻ ഒരു ദ്രോഹിയൊന്നുമല്ല, ശരിയുടെ പക്ഷത്ത് നിൽക്കും എന്ന് അവർക്ക് മനസ്സിലായി കാണും. ഞാനിപ്പോൾ ഇത്രയും വിശദമായി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ യൂട്യൂബുകളിൽ ഞാൻ എന്നെ സ്വയം വിലയിട്ട് പൊക്കുകയാണെന്ന് വിചാരിക്കുന്നത്. ശാന്തിയുള്ള ദിനേശ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ടാൽ മിനിമം 25,000 പേരോ 50,000 പേരോ കാണും എന്നൊരവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസ്യതയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബും കൊണ്ട് കിടക്കുന്ന വൃത്തികെട്ടന്മാർ ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടാക്കി എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ. ഇവിടെ തിരുവനന്തപുരത്തുണ്ടല്ലോ, വെള്ളം അടിച്ച് കോണ് തിരിഞ്ഞ് 6 മണി മുതൽ രാത്രി 12 മണി വരെ വെള്ളം അടിച്ച് കിടക്കുന്ന ഒരുത്തൊരു യൂട്യൂബ് നടത്തുന്നത്, മൊത്തം സിനിമാക്കാരെ തെറി വിളിക്കുന്ന ഒരു ചാനൽ. ഞാൻ സംസാരിക്കുന്നത്. അവനിപ്പോൾ മാസത്തിൽ 15 ദിവസം ICUയിൽ കിടക്കും ചാവാനായിട്ട്. അപ്പോൾ അവൻ്റെ സ്റ്റാഫ് ഒരുത്തം എന്ന് പറയും, നമ്മുടെ ചീഫ് ICUയിൽ കിടക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം വെള്ളം അടിച്ച് അതിൻ്റെ അകത്തൊന്നും ഇല്ല എന്ന് തോന്നുന്നു, കരളും കുമ്പൊന്നും ഇല്ല. അതുകൊണ്ടാണ് 15 ദിവസം ICU കിടക്കും. ഇറങ്ങിയുടെ ഒരു കണ്ണടയും എടുത്ത് വെച്ച് ഇരുന്ന് എന്നെ അടക്കം ഞാൻ എന്ന് പറഞ്ഞിട്ട് തെറി പറയലാണ് ജോലി. അവൻ എന്നെ ഒരുപാട് തെറി എപ്പിസോഡ് ചെയ്തു. ഒരു സ്ത്രീയെ ഞാൻ കാശ് പറ്റിച്ചു എന്ന് പറഞ്ഞൊരു എപ്പിസോഡ്, അശ്ലീല വീഡിയോ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു എപ്പിസോഡ്, ബാലചന്ദ്രകുമാറിനെ പറ്റി, ബാലേന്ദ്രകുമാറിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ അവൻ്റെ ശാപം എനിക്ക് കിട്ടി, ഞാൻ അകത്താകും എന്ന് പറഞ്ഞൊരു കുറേ എപ്പിസോഡ്. അപ്പോൾ ആരൊക്കെയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട്, ചേട്ടാ പ്രതികരിക്കണം, സൈബർ സെല്ലിൽ കേസ് കൊടുക്കണം. ഞാൻ കൊടുക്കില്ല, എന്നെ പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല, പക്ഷെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഹെഡിങ് ഇടാൻ വേണ്ടി ഓരോ യൂട്യൂബർമാരും ഓരോ വഴി നോക്കും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിന് പരാതി കൊടുത്താൽ ആ ചാനൽ ബാറാവും. പക്ഷെ ഞാൻ ചെയ്യില്ല. എൻ്റെ ലൈസ് ക്യാമറ ആക്ഷൻ ഫേസ്ബുക്കിൽ കോഴിക്കോട്ടോ തലശ്ശേരിയിലോ ഇവിടെയുള്ളൊരു ചെറുപ്പക്കാരനാണ് ഇട്ട് പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഫോട്ടോ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന പ്രോഗ്രാമിൽ നിന്ന് ഒരു 2 സെക്കൻഡ് പോലും ഷോട്ട് എടുത്ത് വേറെ ഒന്നും ഇടാൻ പാടില്ല. യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് തെറ്റാണ്. പക്ഷേ ഞാൻ ഒരാളെക്കുറിച്ച് ഞാൻ ഇന്നുവരെ പരാതി കൊടുത്തിട്ടേ ഇല്ല സൈബർ സെല്ലിൽ, അല്ല യൂട്യൂബിൽ.
ആർക്കെങ്കിലും അതിൽ നിന്നൊരു 10 രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും തളരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എനിക്ക് അഭിമാനമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ എന്താ പറയാ 24 ഫ്രെയിംസിന്റെ ശാന്തകുമാരി പുരസ്കാരം കോഴിക്കോട്ട് ഞാനും എൻ്റെ ഭാര്യയായിട്ട് പോയി. കോഴിക്കോട്ട് നമ്മൾ ഒരു സ്റ്റീൽ കുറ്റിയാണ് തരുന്നത്, ആകെ ഒരു സർട്ടിഫിക്കറ്റ്. മനോഹരമായ സർട്ടിഫിക്കറ്റുമാണ്, നല്ല ഫംഗ്ഷനുമായിരുന്നു. പക്ഷേ അതിനെനിക്ക് 10,000-11,000 രൂപ ചിലവാക്കിയാണ് ഞാൻ പോയത്. കാരണം എൻ്റെ സ്വന്തം പൈസയിൽ വന്ദേ ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് 2 പേർക്ക് ടിക്കറ്റ് എടുക്കുക, വന്ദേ ഭാരതത്തിൽ ഇങ്ങോട്ട് 2 പേർക്ക് ടിക്കറ്റ് എടുക്കുക, അളകാപുരി ചെന്ന് താമസിക്കുക, എല്ലാം കൂടെ 11,000 രൂപ എന്തോ ചിലവായി. എന്നാലും ഒരു സംഘടന തരുന്നതല്ലേ, നമ്മൾ ചോദിച്ചു വാങ്ങുന്നതല്ലല്ലോ. ഞാനതിന് പോയി. ഒരു അതിശയോക്തി ഇല്ലാതെ നിങ്ങളോട് പറയും, ഒരു വലിയ സിനിമാ നടൻ കിട്ടുന്ന അത്രയും പ്രശസ്തി, കാരണം അത്രയും പേര് വന്നാണ് സെൽഫി എടുക്കുന്നത്. എനിക്ക് തന്നെ ഒരു ചമ്മലായി സെൽഫിക്ക് നിൽക്കാൻ. അത്ര ആരാധനയോടെ നമ്മളെ കാണുന്നു. ഇപ്പൊ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു, എത്രയോ പേരവിടെ സിനിമാക്കാർ വരും, എത്രയോ സംവിധായകർ പ്രശസ്തരായവർ. അവരോടൊപ്പം നിൽക്കാനല്ല, ദിനേശ് ചേട്ടൻ്റെ കൂടെ ഒന്നൊരു പടം എടുക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത് എന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഞാനൊരു പ്രോഗ്രാമിന്റെ മറുപടി പറയാനാണ് ഇരിക്കുന്നത്. ഇല്ലേല് ഞാനൊരു സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ, പൈസ കാര്യങ്ങളിലൊക്കെ ഞാനൊരു മോശക്കാരൻ, BR പ്രസാദ് എന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാരനെ പീഡിപ്പിച്ചവനും ഒക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വിധവ വിധു എന്നെക്കുറിച്ച് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചാനലിൽ. അപ്പോൾ ഒരുപാട് പേരെന്താ പറഞ്ഞു, ചേട്ടൻ മറുപടി പറയണം, ചേട്ടനൊരു ഭയങ്കര ബോറനാണ്, BR പ്രസാദിനെ പീഡിപ്പിച്ചിട്ടുണ്ട്, പൈസയുടെ കാര്യത്തിൽ കറപ്ഷനുള്ള ആളാണ്, ആള് ശരിയല്ല എന്നൊക്കെ വിധു പറയുന്നു. ഒരു വിധവമാരെയും കണ്ണ് നനയിക്കരുതെന്ന് വാശിയുള്ള ഒരാളാണ്. കാരണം ചെറുപ്രായത്തിൽ വിധവയായ ആളല്ലേ എൻ്റെ അമ്മ. ഏതൊരു വിധവയെ കണ്ടാലും എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും. ഞാനതുകൊണ്ട് സത്യത്തിൽ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ എന്നെ സമ്മതിക്കുന്നില്ല. ഒരുപാട് പേർ എനിക്ക് അയച്ചു തന്നിട്ട്, ചേട്ടാ ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ പറയണം. ചേട്ടൻ്റെ സിനിമയുടെ, ബംഗ്ലാവ് ലൗദിയുടെ സിനിമയുടെ പാട്ടുമായി ബന്ധപ്പെട്ട് BR പ്രസാദിനെ ചേട്ടൻ വളരെ മോശമായി പീഡിപ്പിച്ചു എന്ന്, പൈസ കാര്യത്തിൽ വളരെ മോശമായ ഒരാളാണ് ദിനേശ് എന്ന് വിധുവിനെ വിളിച്ച് BR പ്രസാദ് പറഞ്ഞു. 100% വിധു പറയുന്നത് കള്ളമാണെന്ന് ഇത് നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറുപടി പറയണം. അപ്പോൾ മൂവി വേൾഡ് എന്ന് പറഞ്ഞു എറണാകുളത്ത് ഒരു ചാനലുണ്ടായിരുന്നു. മുമ്പ് ഹൈദ്രോളി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരുത്തനായിരുന്നു. ഈ കുത്തുതിരുമ്പുണ്ടാക്കാൻ ഒരു മൈക്കും കൊണ്ട് നടക്കുന്ന ഒരുത്തണ്ടായിരുന്നില്ല, എന്താ ഹൈദ്രോളി. അവനെ എനിക്ക് പരിചയമില്ല. അവൻ ഇപ്പം വേറെ ഏതോ ചാനലിൽ പോയപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ് ഒരു പയ്യനാണ് ഇപ്പോൾ അതിൽ പ്രധാന റോള് വഹിക്കുന്നതെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ആ പയ്യൻ വിഷ്ണു എന്നല്ല, നാരദൻ എന്നാണ് പേരിടേണ്ടത്. കാരണം ഈ നുണ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി വല്ലവരെയും പാവങ്ങളെ കൊണ്ട് മറുപടി പറയിച്ച് അത് ആഘോഷമാക്കാൻ നടക്കുന്ന 10,000-20,000 പേര് കാണാൻ വേണ്ടി ദിനേശിന്റെ പേരിൽ ടൈറ്റിലും ഇട്ട് എൻ്റെ ഫോട്ടോയും വെച്ച് ഒക്കെ ചെയ്യുന്ന ഒരു കുത്തിത്തിരിപ്പ് ചെറുക്കൻ. ഞാൻ അവന് നാരദൻ എന്ന് ഇടണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അവന് വിഷ്ണു എന്നുള്ള മാന്യമായ പേരൊന്നും ഇടാൻ പാടില്ല. അവൻ ഇത് എന്താ പറയാ, ഇപ്പോ കായും പൂവൊന്നും തിരിച്ചറിയാത്ത ഈ പയ്യൻ എന്തെല്ലാമാണ് എന്നെക്കുറിച്ച് അവരെ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ചോദിപ്പിക്കുന്നത് എന്നറിഞ്ഞാൽ, കണ്ടപ്പോൾ എനിക്ക് ഈ നാരദൻ ചെറുക്കനോട് പറയാനുള്ളത്, എടാ നീ 10 തവണ നിന്റെ അച്ഛൻ്റെ ബീജത്തിൽ നിന്ന് ജനിച്ചാൽ പോലും ദിനേശിനെ തോപ്പിക്കാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ വേണം, ജീവിതത്തിൽ ഒരു സത്യസന്ധത വേണം. ഒരാൾക്ക് വിട്ട് പണിയരുത്, നാക്കെടുത്താൽ കള്ളം പറയരുത്. ഞാൻ അതിൽ വിശ്വസിച്ച് എന്ത് നഷ്ടം വന്നാലും ഇതൊന്നും ദിനേശ് കൈമോശം വരുത്തില്ല. അപ്പൊ എന്നെ നാറ്റാൻ നീ ഇറങ്ങിയാൽ നീ നാറും എന്നുള്ളതല്ലാതെ, നിന്റെ ചാനൽ ചിലപ്പോൾ 10,000-25,000 പേര് കാണും എന്നല്ലാതെ ദിനേശിനെ തെറ്റിദ്ധരിക്കുമെന്ന് ഈ നാരദൻ ചെറുക്കൻ വിചാരിക്കരുത് എന്നാണ് അവനോട് എനിക്ക് പറയാനുള്ളത്. നിന്റെ എന്താ മൂവി വേൾഡ് എന്നല്ല, നുണ വേൾഡ് എന്നാണ് അതിന് പേരിടാനുള്ളത്. കുറച്ച് വ്യൂവേഴ്സിനെ നിനക്ക് ഒപ്പിക്കാൻ പറ്റുമായിരിക്കും, ദിനേശിനെ പറഞ്ഞ് ദിനേശിന്റെ ഫോട്ടോയും ദിനേശിന്റെ പേരും ഒക്കെ ഇട്ട്. അതിനൊന്നും ഞാൻ സൈബർ കേസ് കൊടുക്കുകയില്ല. ഇനിയും നീ 10 എപ്പിസോഡ് ചെയ്തു. BR പ്രസാദിന്റെ ഭാര്യയും വിധവയുമായ വിധുവിനെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഈ പയ്യൻ. 5-6 ചോദ്യം അവൻ ചോദിച്ചുള്ളൂ. അതിൽ ഒരു ചോദ്യമാണ് എന്നെക്കുറിച്ചുള്ളത്. പക്ഷെ അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഗുഡ് നൈറ്റ് മോഹൻ അടക്കമുള്ളവരെ കുറിച്ച് ചോദിച്ചിട്ട്, ഗുഡ് നൈറ്റ് മോഹൻ മാന്യമായി പെരുമാറിയില്ല എന്നൊക്കെ ആ വിധു പറഞ്ഞിട്ട് പോലും അതൊന്നും കൊടുക്കാതെ ശാന്തിവിള ദിനേശ് BR പ്രസാദിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിലെ ടൈറ്റിൽ അതാണ്, ശാന്തിവിള ദിനേശിനെതിരെ തുറന്നടിച്ച് BR പ്രസാദിന്റെ ഭാര്യ എന്നാണ്. 2 ദിവസം കൊണ്ട് 30,000 പേരെന്തോ കണ്ടു. ഇതാണ് അവൻ കൊടുത്തിരിക്കുന്ന സ്റ്റോറി. അപ്പൊ ഇതില് ഞാൻ ഈ സ്റ്റോറി ഉണ്ടായതിന്റെ കഥ ആദ്യം പറയാം. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തതാണ്. ഞാനൊരു സിനിമ ചെയ്യാൻ മോഹിച്ച് നടന്ന ആളല്ല. എനിക്ക് ഭയങ്കര പേടിയാണ് സംവിധാനം ചെയ്യാൻ.
പക്ഷേ എൻ്റെ തലയിലൊരു സിനിമ വന്നു വീണു. ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവ് വരികയും, ആ വാർത്തയെല്ലാം പുറത്തു വന്ന ശേഷം ആ നിർമ്മാതാവ് പിന്മാറുകയും. കാരണം അയാൾക്ക് വിചാരിച്ചിരുന്ന പോലെ പൈസ ഫണ്ട് റെഡിയായില്ല. ശബരിമലയിൽ തേങ്ങയുടെയൊക്കെ എന്തോ കൊട്ടേഷൻ പിടിച്ചിരിക്കുന്ന ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ പൈസ നടന്നില്ല. അങ്ങനെ അദ്ദേഹം കൈയൊഴിഞ്ഞപ്പോൾ എൻ്റെ ലോകം മുഴുവൻ എൻ്റെ വാർത്ത, ഞാൻ സിനിമ ചെയ്യുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടാണ് സുകുമാരൻ ഷാർജ ആ പടം ഏറ്റെടുത്തത്. അപ്പം ഞാൻ ആ പടം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. പുതിയവരും പഴയവരുമായ ആൾക്കാരെ മിക്സ് ചെയ്ത് വേണം നമുക്ക് ആ സിനിമയിൽ കൊണ്ടു നടക്കാനെന്ന് വിചാരിച്ചു. അതിൻ്റെ ആർട്ട് ഡയറക്ടറായ ഷിജി പട്ടണം പുതിയ ആളാണ്. എന്നാൽ മേക്കപ്പ് പട്ടർ റഷീദ് പഴയ ആളാണ്. ക്യാമറമാൻ നമ്പ്യാതിരിയായിരുന്നു. എന്നാൽ പഴയ എഡിറ്റർ മുരളീധരനായിരുന്നു എഡിറ്റിംഗ്. രാജാമണിയായിരുന്നു റീ റെക്കോർഡിംഗ്. ജയചന്ദ്രനായിരുന്നു സംഗീതം. ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു പാട്ട് എഴുതാൻ. പക്ഷേ പാട്ട് കമ്പോസിങ്ങിന് ഇരിക്കാൻ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഡേറ്റ് അടുത്ത് വരുന്ന സമയത്ത് തന്നെ ജയചന്ദ്രൻ വിളിച്ചിട്ട് പറയുന്നു, ദിനേശ് ജി ചേട്ടാ, എൻ്റെ അമ്മ അവളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഞാനും അമ്മയായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് അറിയാമല്ലോ. അപ്പോൾ ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് സംഗീതം കൊടുക്കാൻ കഴിയില്ല. നമുക്കൊരു 10 ദിവസം തള്ളി വെക്കാമോ ദിനേശ് ചേട്ടാ? ഞാൻ പറഞ്ഞു, ജയചന്ദ്ര 10 ദിവസം വേണ്ട, 1 മാസം തള്ളി വെക്കാം. നമുക്ക് ഷൂട്ടിങ്ങിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. 1 മാസം വേണമെങ്കിൽ തള്ളി വെക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചന്ദ്രൻ പനങ്ങോടിനോട് പറഞ്ഞു, ചന്ദ്രണ്ണ, ആ ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ച് പറയണം 1-ാം തീയതി കയറണ്ട. ഇങ്ങനെ ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക്, കുട്ടൻ്റെ അമ്മയ്ക്ക് വളരെ സീരിയസ് ആണ്, എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ചന്ദ്രൻ പനങ്ങോട് രാവിലെ വിളിച്ച് ഇയാളുടെ കാര്യം പറഞ്ഞു. പക്ഷെ രാവിലെ മുതൽ ഇയാൾ ഇത് അടിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാര്യമെല്ലാം കേട്ടോ അയാൾ പറഞ്ഞു, പിന്നെ നീയൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് കയറാനും, നീയൊക്കെ പറയുമ്പോൾ വരണ്ട എന്ന് പറയുമ്പോൾ വരാതിരിക്കാനും ഗിരീഷ് പുത്തഞ്ചേരിയെ കിട്ടില്ല. അപ്പൊ ഗിരീഷ് ആദ്യമായിട്ട് എഴുതുന്ന എൻക്വയറി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ചാൻസ് ചോദിച്ച് ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറെ കാണാൻ വേണ്ടി ഭരണി സ്റ്റുഡിയോയിൽ വന്നു നിന്ന ഗിരീഷിനെ എനിക്കറിയാം. നരച്ച ഒരു ബ്രൗൺ ഉടുപ്പും പിഞ്ഞു തുടങ്ങിയ ഒരു മുണ്ട് ഉടുത്ത് വന്നിരിക്കുന്ന ഒരു വളരെ സാധുവായ ഗിരീഷിനെ എനിക്കറിയാം. അന്ന് മുതൽ എനിക്ക് പരിചയമുള്ള ആളാണ്. അയാൾ അടുത്ത് പറഞ്ഞൊരു സെന്റൻസ്, നിങ്ങളൊരു കാര്യം ചെയ്യാം, തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വിളിച്ചെഴുതിക്ക്, ഇനി എന്നെ വിളിക്കരുത്. ചന്ദ്രൻ പനങ്ങോട് അതുപോലെ വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എല്ലാം മറക്കാം, പക്ഷേ തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വിളിക്കാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഗിരീഷിനെ വിളിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്നെ ചന്ദ്രൻ പനങ്ങോട് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാലും നേരെ തിരിച്ചടിച്ച് വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അതിനല്ല ഗിരീഷെ ഞാൻ വിളിച്ചത്. ഗിരീഷെ, മലയാള സിനിമയിൽ പാട്ടുകൾക്ക് 25 ലക്ഷം രൂപ വരെ കിട്ടിയ കാലം ഉണ്ടായിരുന്നു, കാസറ്റ് ഇറങ്ങിയ കാലം. ഇപ്പൊ 10 പൈസ കിട്ടില്ല. നമ്മൾ മനോരമയ്ക്കോ മാതൃഭൂമിക്കോ നമ്മുടെ പാട്ട് കൊടുത്താൽ പകരം ഒരു മാതൃഭൂമി പത്രത്തിൽ അല്ലെങ്കിൽ മനോരമ പത്രത്തിൽ ഒരു 1/4 പേജ് പരസ്യം തരും നമ്മളെ പടത്തിന്റെ. പക്ഷെ നമ്മൾ 5, 6, 10 ലക്ഷം രൂപ മുടക്കി പാട്ടെടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒരു പരസ്യത്തിൽ അതങ്ങ് ഒതുങ്ങും. അതുകൊണ്ട് ഗിരീഷ് തന്നെ ഇതിൽ എഴുതണമെന്നൊന്നും ഇല്ല. ഗിരീഷ് ആരെ എഴുതിയാലും മതി. പക്ഷെ ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്ന ആളിന്റെ അമ്മയ്ക്ക് സീരിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നീ ഒരു ഡയലോഗ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടു, തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വിളിച്ച് എഴുതാൻ. ഈ ഏവന്മാര് എന്നുള്ള ആ ലിസ്റ്റിലെ ONV കുറുപ്പ് സാർ വരുമോ? ശ്രീകുമാരൻ തമ്പി സാർ വരുമോ? പൂവച്ചൽ ഖാദർ വരുമോ? പി ഭാസ്കരൻ മാഷ് വരുമോ? ബിച്ചു തിരുവല്ല വരുമോ? നീ ആരെ ഈ ഏവൻ എന്ന് വിളിച്ചേ? അപ്പോഴാണ് ഗിരീഷ് അതിന്റെ ഒരു അപകടം മനസ്സിലാക്കുന്നത്. അല്ല, ഞാനത് അപ്പോഴത്തെ ഒരു മൂഡിൽ ഞാൻ പറഞ്ഞു, ഗിരീഷേ, സരസ്വതി ദേവി താമരയുടെ പുറത്തായിരിക്കണം, വെള്ളത്തിൽ നിൽക്കുന്ന പൂവാണ്. ആ തണ്ടൊന്നും ഒടിഞ്ഞാൽ, അല്പം ബലം കൊടുത്താൽ ആ തണ്ടൊടിയും. തണ്ടൊടിഞ്ഞാൽ അത് തീർന്നു, ആ താമര തീർന്നു. അപ്പൊ സരസ്വതി ദേവി അങ്ങ് വെള്ളത്തിൽ വിടുന്നു. ബുദ്ധിയുള്ളവന്മാർ വരച്ചത് എന്തിനെന്ന് വെച്ചാൽ കലാകാരന്മാർക്ക് അഹങ്കാരം വരാതിരിക്കാനാണ്. ഇവിടെ വെച്ച് പറയുന്നു, ഗിരീഷെ, ഞാനും ഗിരീഷുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ അയാളെ കട്ടി. ഞാന് കുട്ടൻ്റെ അമ്മയുടെ മരണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടനുമായിട്ടിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. ഗിരീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു, ചേട്ടാ, ഞാൻ പറയാത്തതാണ്, ഈ അടുത്ത കാലത്ത് ഗിരീഷ് ഏട്ടൻ വളരെ വഴിതെറ്റിപ്പോയി. ഞാൻ പോട്ടെ, അത് വിട്, നമുക്ക് പകരം നമുക്ക് BR പ്രസാദിനെ. പിന്നെന്താ? അപ്പോൾ BR പ്രസാദിന്റെ വളരെ അടുപ്പക്കാരനാണ് സംവിധായകൻ അനിയൻ, കാവടിയാട്ടത്തിന്റെ സംവിധായകൻ. അപ്പോൾ അനിയൻ എന്നോട് പറഞ്ഞിരുന്നു, കഴിയുമെങ്കിൽ BRനെ വിളിക്കണം. അങ്ങനെ BR പ്രസാദിനെ വിളിച്ചു. BR പ്രസാദ് വന്നു. തമ്പുരു ഇന്റർനാഷണൽ റൂം എടുത്തു കൊടുത്തു. തൊട്ടടുത്ത റൂമിൽ രഘുനാഥ് പലേരി ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി ജയചന്ദ്രന്റെ വീട്ടിൽ പോയി ജയചന്ദ്രൻ ട്യൂണുകൾ പാടി കേൾപ്പിച്ചു. 2 പാട്ട്, ആകെ 2 പാട്ടല്ലേ ഉള്ളൂ. ആദ്യത്തെ പാട്ടിന് ട്യൂണിനൊപ്പം ഡമ്മി വാക്കുകൾ ചുമ്മാ ജയചന്ദ്രൻ ഇട്ടുവെച്ചു. ചന്ദ്ര ചന്ദ്ര മാനത്ത ചന്ദ്ര എന്നൊക്കെ ഇട്ടുവെച്ചു. 2 ട്യൂണും റെക്കോർഡ് ചെയ്ത് ഇയാൾക്ക് കൊടുത്തു. തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. ഇയാൾ 2 ദിവസം കൊണ്ട് ചന്ദ്ര ചന്ദ്ര എന്നുള്ള ആ വരി വെച്ച് ജയചന്ദ്രൻ എന്ത് എഴുതി വെച്ചോ അത് വെച്ച് തന്നെ പാട്ടുണ്ടാക്കി. കേട്ടപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞു, നല്ല പാർട്ടി, ഞാൻ ചുമ്മാ ഡമ്മി എഴുതി വെച്ചതിനെ നിങ്ങൾ പാട്ടാക്കിയോ, അത് നല്ല വരി നിന്റെ, അതുകൊണ്ട് അത് എടുത്തു. 2ാമത്തെ പാട്ട് എഴുതാനായിട്ട് വീണ്ടും റൂമിലേക്ക് വന്നു.
പിറ്റേ ദിവസം ഞാൻ രാവിലെ വന്ന് രഘുനാഥ് പലേരി റൂമിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സീൻ എഴുതുകയാണല്ലോ. അതിലേക്ക് പോണതിന് മുമ്പേ ഞാൻ ബിആറിന്റെ റൂമിൽ കയറി. ബിആർ കുളിച്ച് കുട്ടപ്പനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചു. കഴിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം ആസ്വദിച്ച് എന്തോ ടി വി കണ്ടോണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ സയാമീസ് ഇരട്ടകളായ 2 കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ ചോര ഒഴുകുന്ന ഈ സാധനമൊക്കെ അതൊരു രസമല്ലേ ഇത് കാണാൻ? എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ പുച്ഛം തോന്നി അയാളോട്. 2 കുട്ടികളെ വേർപിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് പുള്ളി. ഞാൻ ഇറങ്ങി അങ്ങ് പോയി പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴും ഇയാൾ ഇത് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങ് പോയി. അപ്പൊ ഞാൻ ആലോചിച്ചു, എത്ര ക്രൂവലായ മനസ്സാണ് ഈ ബിആർ പ്രസാദ്. ഈ പണി 6 ദിവസം അയാൾ തുടർന്നു എന്നുള്ളതാണ്. ഒരു AC റൂം എടുത്തു കൊടുത്തിട്ട് നല്ല ഭക്ഷണം, ഒന്നും നമ്മൾ പറയുന്നില്ല, അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് കുളിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ സയാമീസ് ഇരട്ടകളെയാണ് കാണുന്നത്. 7ാമത്തെ ദിവസമായപ്പോൾ ഞാനിത് ജയചന്ദ്രനോടും, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടല്ലോ, രഘുനാഥ് പല്ലേരിയോടും സംസാരിച്ചു. ജയചന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാൻ, ചേട്ടൻ വെച്ച ആളല്ലേ, എന്ത് ചെയ്യാൻ, അത് ചിലരുടെ ക്യാരക്ടർ അതാണ് എന്ന് പറഞ്ഞ് കുട്ടം ഊരി. രഘുനാഥ് പല്ലേരി പറഞ്ഞു, ദിനേശ് ഒരു കാര്യം ചെയ്യ്, അയാളോട് പറ, നമ്മൾ ഒരു പാട്ടേ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എഴുതുന്ന ചന്ദ്ര ചന്ദ്ര മാത്രം. അടുത്ത പാട്ട് റെക്കോർഡിങ് നടത്തേണ്ട സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ ബിആർ പ്രസാദിന്റെ റൂമിൽ ചെന്നു. വേറെ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ട് ഒരു പാട്ടേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, നമ്മൾ എഴുതിയ പാട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത പാട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞ് ചെയ്യാം, പൈസയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഓ അത് ശരി, അപ്പോൾ എന്താ ബിആർ ഞാൻ ചെയ്യേണ്ടത്? എടുത്ത വായിൽ പുള്ളി എന്നോട് പറഞ്ഞു, 15,000 രൂപ എനിക്ക് പ്രിയദർശൻ തരും, ആ 15,000 രൂപ വെച്ച് തരണം. ഇപ്പോൾ ഒരു പാട്ടല്ലേ എഴുതിയുള്ളൂ, അതിൻ്റെ 15,000 രൂപയും യാത്രാപ്പടിയായിട്ട് 2,000 രൂപയും തരണം. ഇത് എന്നോട് കള്ളമാണെന്ന് പറഞ്ഞാൽ ബിധുവിന് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ, എൻ്റെ വൗച്ചർ എടുത്ത് കാണിച്ചു കൊടുക്കും, ഫയൽ എൻ്റെ ഉണ്ടോ. ഞാൻ ചോദിച്ചു, 15,000 രൂപയോ? ആ, എനിക്ക് എൻ്റെ റേറ്റ് 15,000 രൂപ. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കഴിഞ്ഞ സീരിയലിന് 7 ആർട്സിന് വേണ്ടി ഒരു പാട്ട് എഴുതിച്ച കുറുപ്പ് സാറിന് 5,000, കുറുപ്പ് സാർ 5,000 വാങ്ങിക്കണമെന്ന് എനിക്കറിയണ്ടേ, എനിക്ക് 15,000 ആണ് എൻ്റെ റേറ്റ്. ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ സീരിയലിൽ പാട്ട് എഴുതിയത് പൂച്ചൽ ഖാദറാണ്. ആ പൂച്ചൽ ഖാദർ സാറിന് ഞാൻ 3,000 രൂപയാണ് കൊടുത്തത്. ആ ആകെ പൂച്ചൽ സാറിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഈ സ്വന്തം എന്ന് പറഞ്ഞ സീരിയലിലെ പാട്ടിനാണ്. ദിനേശ്, അത് നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കൊടുത്തു, അതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്ക് 15,000. ഞാൻ തർക്കിക്കാനൊന്നും നിന്നില്ല. എനിക്ക് പൈസ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ പ്രതിഫലത്തിൽ പോലും തർക്കിക്കാറില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പൈസയിൽ കയറി ഞാൻ, അത് അവരുടെ റേറ്റ് അവരല്ലേ നിശ്ചയിക്കണം. 15,000 രൂപയും പ്ലസ് 2,000 രൂപയും കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ദിനേശ് ഞാൻ ഒരു കാര്യം കൂടെ കേൾക്കട്ടെ? നമുക്ക് ചോദിക്കും. ഞാൻ നാളെ ഒരു ദിവസം കൂടെ താമസിച്ചോട്ടെ? എന്നിട്ട് എന്ത്, അല്ല എനിക്ക് ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെലവിൽ വന്ന് താമസിച്ച് കഴിഞ്ഞ 7 ദിവസമായി സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ മാത്രം കണ്ടിട്ടുള്ള മനുഷ്യൻ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞവൻ പറയുകയാണ് ഒരു ദിവസം കൊണ്ട്. അവന് പിന്നെന്ത്, നാളെ കഴിഞ്ഞ് പോയാൽ മതി. അങ്ങനെ വിധുവിൻ്റെ ഓർമ്മയ്ക്ക് പറയുകയാണ്, വിധു 8 ദിവസം താമസിച്ചു. വിധു ആ അഭിമുഖത്തിൽ പറയുന്നത് 2-3 പാട്ട് എഴുതുന്നു എന്നാണ്. ഒരൊറ്റ പാട്ട് വിധു, ഒരൊറ്റ പാട്ട്. ഞാൻ 15,000 രൂപയും പ്ലസ് 2,000 രൂപ യാത്രാപ്പടിയും കൊടുത്തു. ഒരു ദിവസം അഡീഷണൽ താമസിക്കാനും കൊടുത്തിട്ട് പോയാൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഞാൻ ബിആറിനോട് മോശം സംസാരിച്ചിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞാത്തതുകൊണ്ടല്ല, പക്ഷെ ഒരക്ഷരം കൊണ്ട് പോലും എനിക്ക് ബിആറിന് ഇഷ്ടമായിരുന്നു. അയാൾ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്ന കാലം മുതൽ എൻ്റെ പരിചയക്കാരൻ. ഒരു മോശത്തരം വാക്കും അയാളുടെ ഒരു അക്ഷരം കൊണ്ട് പോലും ഞാൻ അയാളെ നോവിച്ചിട്ടില്ല. അയാൾ പിറ്റേ ദിവസം രാവിലെ എന്തോ പോയെന്നുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് റൂം വെക്കറ്റ് ചെയ്ത് പോയിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെ അയാൾ പോയി. അങ്ങനെ 8 ദിവസം താമസിച്ചു. എന്നിട്ട് എൻ്റെ പാട്ട് എഴുതിയില്ല എന്നുള്ളതാണ്. അടുത്ത ചോയ്സ് ആരെന്ന് കേട്ടപ്പോൾ ഞാൻ ജയചന്ദ്രനോട് പറഞ്ഞു, ജയചന്ദ്ര, വയലാർ ശരചന്ദ്ര ഓർമ്മയായ എങ്ങനെ? എനിക്ക് വയലാറിനോടുള്ള ആരാധന കൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് പരിചയമില്ല. ചേട്ടാ നല്ല ചോയ്സാണ്. ഞാൻ വയലാർ ശരചന്ദ്ര ഓർമ്മയെ വിളിച്ചു. വയലാർ ശരചന്ദ്ര ഓർമ്മ എന്നോട് പറഞ്ഞു, ഞാൻ മാക്ഡവൽ മദ്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അറിയോ ദിനേശിന്? ഞാൻ പറഞ്ഞില്ല. ഞാൻ മാക്ഡവലിലാണ് വർക്ക് ചെയ്യുന്നത്, പാർട്ടി വാങ്ങി തന്ന ജോലിയാണ്. അവിടുത്തെ ഒരൊറ്റ സ്റ്റാഫിന് എന്നെ കണ്ണെടുത്ത കണ്ടു. കാരണം വയലാറിൻ്റെ മകനല്ലേ, അവൻ അങ്ങനെ പാട്ടെഴുതി നെളിയണ്ട എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് എനിക്ക് ശനിയും ഞായറും മാത്രമേ പാട്ടെഴുതാൻ വരാൻ പറ്റൂ. ഒന്നുകിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. തിങ്കളാഴ്ച രാവിലെ എനിക്ക് ജോലിക്ക് കയറണം. അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ്, പാട്ടെഴുതുന്നത് താങ്കളാണ്, അത് എത്ര സമയം കൊണ്ട് എഴുതി തീർക്കാമെന്ന് തീരുമാനിക്കുന്നത് താങ്കളാണ്. ഞാനിങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി വെച്ചു. അത് കഴിഞ്ഞ് ബിആർ വന്നു. ബിആർ ഒരു പാട്ട് എഴുതി. അതിനുശേഷം ബിആറിനെ ഒഴിവാക്കിയിട്ടാണ് താങ്കളെ കൊണ്ട് എഴുതി. താങ്കൾ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അങ്ങനെ ശനിയാഴ്ച രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. എന്നെ അവിടുന്ന് പിക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ. ഒരു അതിശയോക്തി ഇല്ലാതെ പറയുകയാണ്, ഞാൻ എൻ്റെ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ കൊണ്ടാണ് ചെന്നത്.
പെട്ടിയൊന്നുമില്ല കയ്യിൽ. ഒരു മുറുക്കാൻ ചെല്ലുമ്പോ ഒക്കെ വയ്ക്കുന്ന ഒരു ബാഗ്. ഈ പിരിവാറൊക്കെ കൊണ്ടിറക്കുമ്പോഴത്തെ ഒരു ബാഗ് കഷത്ത് വെച്ച് നല്ല കുങ്കുമ കുറിയൊക്കെ ഇട്ട് സുസ്മേരവദനായി അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു. എന്റെ സ്കൂട്ടറിന്റെ പുറകെ ഇരുത്തി തമ്പുരു കൊണ്ടിറക്കി പലേരിയെ പരിചയപ്പെടുത്തി. ഞങ്ങൾ 3 പേരും കൂടി ജയചന്ദ്രന്റെ വീട്ടിൽ പോയി. ഒരുപാട് നേരം ഒരുപാട് തമാശകൾ പറഞ്ഞു. ബിആറിന്റെ തമാശകളും ഒരുപാട് പറഞ്ഞു. ഗിരീഷിന്റെയും പറഞ്ഞു. എന്നിട്ട് ആ ട്യൂൺ അങ്ങോട്ട് കൈ കൊടുത്തു. ഞങ്ങൾ റൂമിലേക്ക് വന്നു. വീണ്ടും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ബാഗ് തുറന്ന് ചെല്ലം എടുത്ത് വെച്ച് മുറുക്കാനൊക്കെ എടുത്ത് വിസ്തരിച്ച് കഴിച്ചു. രഘുനാഥ് പലേരിയോട് ചോദിച്ചു വേണമെന്ന്. അദ്ദേഹവും മുറുക്കി. ഞാൻ ഇനി ഒന്ന് നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി നേരെ റൂമിനകത്തേക്ക് പോയി. ഒരു അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയാം. 40 മിനിറ്റാറ്റോ കഴിഞ്ഞപ്പോൾ രഘുനാഥ് പലേരി റൂമിൽ ആരോ മുട്ടുന്നു. ഞാൻ ചെന്ന് തുറക്കുമ്പോൾ ഇദ്ദേഹമാണ്, വയലാർ ശരത്ചന്ദ്രവർമ്മ. എഴുതി ദിനേശേ, 40 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി തന്നു. പാട്ട് ഞാൻ വായിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രഘുനാഥ് പലേരിക്ക് കൊടുത്തു. പലേരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 പേരുടെ വീണ്ടും ഒരു കാർ എടുത്ത് ജയചന്ദ്രന്റെ വീട്ടിൽ പോയി കൊടുത്തു. മീറ്റർ വെച്ച് പാടി നോക്കിയപ്പോൾ കൃത്യം. ഓക്കെ, സന്തോഷമായിട്ട് പിരിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വന്നു. ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വിസ്തരിച്ച് ഉറങ്ങി 3 പേരും. ഞാൻ രഘുചേട്ടൻ ഒരു റൂമിൽ, ശരത്ചന്ദ്രവർമ്മ ഒരു റൂമിൽ. വൈകുന്നേരമായപ്പോൾ എൻ്റെ ചോദിച്ചു, എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരും, നാളെ രാവിലെ ജോലിക്ക് കയറാനുള്ളതാണ്. ഞാൻ പറഞ്ഞു പിന്നെന്ത്, ടിക്കറ്റ് വിളിച്ചു പറഞ്ഞ് റെഡിയാക്കി ബസ്സിൽ. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടേ? ഒന്നും ചെയ്യേണ്ട ദിനേശ്. ദിനേശ് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയല്ലേ, ഒരു വെള്ളിത്തുട്ട് ഇങ്ങോട്ട് താ, ആ ടിക്കറ്റും ഇനി തന്നാൽ മതി. ഒരു വെള്ളിത്തുട്ട്, 1 രൂപയുടെ ഒരു തുട്ട് തരാനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടോ സ്നേഹം കൊണ്ടോ അതിസ്നേഹം കൊണ്ടോ എന്തോ ആവട്ടെ, ഒരു വെള്ളിത്തുട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ശരി. ബസ്സിന് പോകാൻ സമയമായപ്പോൾ ഇതുപോലെ തന്നെ ആക്റ്റീവരെ പുറകെ കയറ്റി ഞങ്ങൾ രണ്ടുപേരുടെ തമ്പാനൊരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി. ആ ടിക്കറ്റ് കൈ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കവർ കൊടുത്തു. എൻ്റെ ചോദിച്ചു ഇതെന്താ? ഞാൻ പറഞ്ഞ്, താങ്കൾക്ക് പൈസ തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യന്റെ മകനാണ് താങ്കൾ. ഞാൻ ആ വലിയ മനുഷ്യനെ ബഹുമാനിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു വക കവർ കൊടുത്തു. വേണ്ടായിരുന്നു, ഞാൻ ഇരിക്കട്ടെ കൊടുത്തു. ബസ് വിട്ടു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഫോണിലേക്ക് വീണ്ടും ശരത്ചന്ദ്രവർമ്മ വിളിക്കുന്നു. ഞാൻ എന്തെങ്കിലും കള്ളം പറയുന്ന പൊങ്ങച്ചം പറയുന്നതാണെങ്കിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ ഇപ്പോഴും വയലാറിൽ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഈ വിധു വിളിച്ച് ചോദിക്കട്ടെ, ശരിയാണോ? ഞാൻ പൈസയുടെ കാര്യത്തിൽ കറപ്ഷനുള്ള ആളെന്ന് പറഞ്ഞ വിധു അല്ലെങ്കിൽ ഈ നാരദൻ ചെറുക്കൻ വിളിച്ചു ചോദിക്കണം വയലാർ ശരത്ചന്ദ്രവർമ്മ. കുറച്ചു ദൂരം പോയ ശേഷം അങ്ങനെ ബസ് ഇരുന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ദിനേശ് നീ എനിക്ക് എത്ര രൂപ തന്നേ എന്ന്. ഞാൻ പറഞ്ഞു എന്ത്, അല്ലെ എത്ര തന്നേ? ഞാൻ പറഞ്ഞു 15,000. അതെന്തിന്? ഞാൻ പറഞ്ഞു ഇന്നലെ തകര കുരുത്തതുപോലെ വളർന്ന BR പ്രസാദ്, അയാളെ 2ാമത്തെ 3ാമത്തെ പടമാണ് എൻ്റെ, പക്ഷെ എന്നിട്ട് എൻ്റെ വാശിയോടെ 15,000 രൂപ വേണമെന്ന് പറഞ്ഞു ഒരു പാട്ടിന്. BR പ്രസാദിന് 15,000 രൂപ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ തന്നില്ല എങ്കിൽ ഞാൻ വയലാർ രാമവർമ്മയോട് കാണിക്കുന്ന അപമാനമാണ്. അതുകൊണ്ട് താങ്കൾക്ക് 15,000. ഒരിക്കലും ദിനേശ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും, ഈ പ്രോഗ്രാം കാണുന്നതിൽ ആരെങ്കിലും ദിനേശ് പറയുന്നത് നുണയാണ്, കള്ളമാണ്, പൊങ്ങച്ചമാണെന്ന് തോന്നുന്നെങ്കിൽ വയലാർ ശരത്ചന്ദ്രവർമ്മയെ കാണുമ്പോൾ ചോദിക്കും. ഞാൻ BR പ്രസാദ് വാങ്ങിച്ച 15,000 രൂപയിൽ 14,000 കൊടുത്താൽ വയലാറിനെ അപമാനിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ 15,000 രൂപയും കൊടുത്താണ് വയലാർ ശരത്ചന്ദ്രവർമ്മയെ പറഞ്ഞു വിട്ടത്. പക്ഷേ വിധു, നിങ്ങളൊരു വിധവയാണ്. ആ ബഹുമാനത്തോടെ ഞാൻ പറയും, വല്ല ചെറുക്കന്മാരും കോലും പിടിച്ചു വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ നുണകൾ പറയരുത്, കള്ളങ്ങൾ പറയരുത്. അതും ദിനേശിനെ പോലെ ജീവിതത്തിൽ സത്യസന്ധത വേണം എന്ന് വിചാരിക്കുന്ന ഒരാളിനെ കുറിച്ച് പറയരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് വേറെ പക കാണും. കാരണം എന്നോടിപ്പോൾ സംസാരിക്കാത്ത GS വിജയൻ എന്ന സംവിധായകൻ്റെ ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ഡയറക്ടറാണ് കഴിഞ്ഞ പിണറായി സർക്കാർ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേ നമ്മുടെ BRനെ കണ്ണൊരു ഓപ്പറേഷൻ നടത്തണം, പൈസ കിട്ടുമോ? ഞാൻ കിട്ടും. അയാൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. അയാൾ അതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ വകയല്ല വിജയൻ ചേട്ടാ. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞാൽ 200 രൂപ കൊടുത്ത് അംഗത്വം എടുക്കണം, മാസം 200 രൂപ അടയ്ക്കണം. BR പ്രസാദ് ഒരു ദിവസം എത്ര ആയിരം രൂപ മദ്യപിച്ച് കളയും. 200 രൂപ അടയ്ക്കാൻ അയക്കില്ലേ? അവൻ അതൊന്നും ചെയ്യില്ലടാ. അവൻ കിട്ടുന്ന പൈസ അപ്പം അടിച്ച് തീർക്കില്ലേ? ഇപ്പൊ ചിലപ്പം വിളിച്ചാൽ GS വിജയൻ പറയും, അങ്ങനെ ഞാൻ ദിനേശിനെ വിളിച്ചിട്ടേ ഇല്ല എന്ന് പറയും. ഞാൻ 3.5 വയസ്സ് വരെ അച്ഛാന്ന് വിളിച്ച ഒരു യോഗ്യതയുള്ള ആളായതുകൊണ്ട് കള്ളം പറയില്ല. ഞാൻ പറഞ്ഞു നടക്കില്ല വിജയേട്ടാ. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ അംഗത്വമില്ലാത്ത ഒരാളിനും ഇവിടുന്ന് ഒരു സഹായവും കിട്ടില്ല. നേരെ മറിച്ച് അയാൾ ഒരു അംഗത്വം എടുത്തിരുന്നെങ്കിൽ അയാളുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി 1 ലക്ഷം രൂപ ചെലവായാൽ പോലും ഇവിടുന്ന് വാങ്ങിത്തരാമായിരുന്നു. നടക്കില്ല. ഇത് സ്വാഭാവികമായിട്ടും BR പ്രസാദ് അറിഞ്ഞിരിക്കും, വിധു അറിഞ്ഞിരിക്കും. രണ്ടുപേരും വിചാരിക്കും ബംഗ്ലാവ് ലോധിയിലെ പാട്ട് എഴുതിയതിൻ്റെ ഉടക്കൊണ്ടാണ്. അല്ല, സാംസ്കാരിക ക്ഷേമനിധിയിൽ അംഗത്വമില്ലാത്ത. അത് കഴിഞ്ഞ് ഈ മരിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇതിൽ വിധു തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ, 2,000 രൂപയും കൊണ്ടാണ് ഞാൻ വന്നത്. 2,000 രൂപയും കൊണ്ട് ഭർത്താവിനെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ എങ്ങനെ വരും വിധു? 2,000 കൊണ്ടുവരുമ്പോൾ ബാക്കി എന്ത് ചെയ്യണം എന്നുള്ള വഴിയോട് ആലോചിക്കണ്ടേ?
വിധു ആലോചിച്ചില്ല. ഇവിടെ ഒരുപാട് ടി.കെ. രാജീവ്കുമാർ അടക്കം ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ. അവരെല്ലാം കൂടെ പിരിവെടുത്ത് നടത്തിക്കൊള്ളൂ എന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട് പിരിവെടുത്ത് നടത്തി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബി.ആർ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ദിവസം 1,15,00,000 രൂപ 1,35,000 എന്തോ ചെലവുണ്ട്. ഞങ്ങള് സുഹൃത്തുക്കളെല്ലാം പിരിച്ച് ഒരു പരുവമായിരിക്കുകയാണ്. ദിനേശ് സാംസ്കാരിക ക്ഷേമനിധി. ഞാൻ പറഞ്ഞു ഇല്ല, നടക്കൂല. ₹1 നടക്കൂല. കാരണം മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നടക്കില്ല. മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ചികിത്സാ ചെലവ് മുഴുവൻ സാംസ്കാരിക ക്ഷേമനിധി കൊടുക്കാൻ. അല്ലെങ്കിൽ കണ്ണൂർ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ 35,00,000 രൂപ വരെ കിട്ടിയത്. എടുത്തിട്ടില്ല, അതൊന്നും എടുക്കൂല. ഞാൻ പറഞ്ഞു അതുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ബി.ആർ. പ്രസാദിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വിധുവിന് ഭാര്യയ്ക്ക്, അന്ന് എനിക്ക് വിധുവിന്റെ പേരറിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പെൻഷനെങ്കിലും കിട്ടിപ്പോയാൽ. ഞാൻ സിനിമാക്കാരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, എടാ വീട്ടുകാര്യങ്ങൾ നോക്കാതെ നടക്കുന്ന ദ്രോഹികളെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഒരു അംഗത്വം എടുക്കും. നീയൊക്കെ ചത്തുപോയാൽ, അകാലത്തിൽ വെള്ളമടിച്ച് ചത്താലും ഭാര്യമാർക്ക് ആ പെൻഷൻ കിട്ടുമ്പോഴെങ്കിലും നിന്നെയൊക്കെ ഓർക്കുമെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരും എടുക്കില്ല. സിനിമയിൽ ഒരുപാട് പേര് എടുക്കാതുണ്ട്, നാടകക്കാരൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്, ബി.ആർ. എടുത്തിട്ടില്ല. അപ്പൊ ഈ വിവരവും വിധുവിന് അറിയാമായിരിക്കും. കാരണം സാംസ്കാരിക ക്ഷേമനിധിയിൽ നിന്ന് ഒരു സഹായവും വാങ്ങിക്കൊടുത്തില്ല, കൊടുക്കാൻ പറ്റില്ല, മെമ്പർ അല്ലല്ലോ. പക്ഷേ അതിന് പകരം ഞാൻ ചെയ്യാത്ത, ഞാൻ മനസ്സിൽ കാണാത്ത കാര്യങ്ങൾ എന്നെപ്പറ്റി ഒരു യൂട്യൂബർ വന്നിരുന്ന, ഒരു നുണയൻ നാരദൻ ചെറുക്കൻ വന്നിരുന്ന് ചോദിച്ചാൽ, അയ്യോ എനിക്ക് അറിഞ്ഞാത്ത കാര്യങ്ങൾ പറയാൻ നോക്കില്ല, അത് ബി.ആർ. ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ചോദിക്കാത്തത് എന്ത് എന്നല്ലേ ചോദിക്കാം. ശാന്തിയുള്ള ദിനേശ് എന്ന മനുഷ്യനാണ് ഇത് ചെയ്യുന്നതെന്ന്, അത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് വല്ലാത്ത മോശമായിപ്പോയി എന്നതിൻ്റെ പേരിലായിരിക്കും. അദ്ദേഹത്തിന് ബി.ആറിനോട് വിദ്വേഷം ആണെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ആ ദിവസം ആ വീഡിയോ അകത്ത് തന്നെ മനുഷ്യത്വമില്ലാതെ കർമ്മങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർത്തും മനുഷ്യത്വമില്ലായ്മയായി എനിക്ക് തോന്നി. ഈ ചെറുക്കൻ പറയാണ്, ഈ നുണയൻ ചെറുക്കൻ അവരോട് പറയാണ്, ബി.ആർ. പ്രസാദ് മരിച്ചു കിടക്കുമ്പോൾ ബി.ആർ. പ്രസാദിനെ കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞ് പ്രോഗ്രാം ചെയ്തതാണ് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരു പ്രോഗ്രാമും ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം എടുക്കാം, ഏതെങ്കിലും ഒരു സംഭവം, ഇപ്പം മുകേഷിനെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് വന്ന പ്രശ്നമുണ്ടല്ലോ, അത് പിറ്റേ ദിവസം ഞാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പിറ്റേ ദിവസം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉഴപ്പനാണ്. എനിക്ക് എല്ലാ വിവരങ്ങളും കയ്യിൽ കിട്ടി സമയമെടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 5-6 ദിവസം കഴിയാതെ എനിക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കള്ള ചെറുക്കൻ പറഞ്ഞു കൊടുക്കുകയാണ്, ബി.ആർ. മരിച്ചു കിടക്കുമ്പോൾ മനുഷ്യത്വമില്ലാതെ വീഡിയോ എടുത്ത് ഞാൻ പ്രോഗ്രാം ബി.ആറിനെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാം ചെയ്തു എന്നാണ് പറയുന്നത്. എനിക്ക് വലിയ വിയോജിപ്പുണ്ട് ആ മനുഷ്യനോടെന്നാണ് ഈ നാരദൻ ചെറുക്കൻ പറയുന്നത്. എനിക്ക് പുല്ലേ മാത്രം നിനക്ക് വിയോജിപ്പുണ്ടെങ്കിൽ. ആ വീഡിയോ കണ്ടതിൻ്റെ അടിയിൽ ഒരുപാട് കമന്റും വന്നിട്ടുണ്ടെന്ന്. വീഡിയോയിൽ കമന്റ് വരും, ഞാൻ എൻ്റെ കമന്റുകൾ വായിക്കാറില്ലല്ലോ. എന്നെ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഞാൻ വായിക്കാറില്ല. എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ നാരദൻ ചെറുക്കൻ്റെ ചാനലിൽ എന്നെ കുറെ തെറി പറഞ്ഞാൽ എനിക്ക് പുല്ലേ മാത്രമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ജീവിതത്തിൽ സത്യസന്ധനായി ജീവിക്കുന്ന ആളാണ്. നിന്നെ പോലെ നുണയും ഏഷണിയും കൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ. എപ്പോഴാണ് ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്? വിധുവിനോട് ചോദിക്കാൻ. അപ്പൊ അവരുടെ മറുപടി സഞ്ചയനം കഴിഞ്ഞാണ്. ഫ്രണ്ട്സ് വിളിച്ച് ഇതേപ്പറ്റി എന്തോ പറയാനുള്ളതെന്ന് ചോദിച്ചു. എനിക്ക് പ്രസാദ് ഏട്ടനെ ഭംഗിയായിട്ട് അറിയാം, വ്യക്തമായിട്ട് അറിയാം. അത് ഭാര്യയാവുമ്പോൾ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പിനെ അറിയാൻ പറ്റും. അടുത്ത ആൾക്കാർക്കും പ്രസാദ് ഏട്ടനെ നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം. വിധു അനിയനോട് ചോദിച്ചു നോക്ക്, കാവടിയായിട്ട് അനിയനോട് ചോദിക്കുക, എനിക്ക് ബി.ആറിനെ അറിയാമോ? ഒരു മൈനസ് പോയിന്റേ ഉള്ളൂ പുള്ളിക്ക്, വേറെ എല്ലാം ഓക്കെ. മദ്യപിക്കുക അല്ല വിധു, അകാലത്തിൽ പോയത് അമിതമായ മദ്യപാനം കൊണ്ടെന്ന് പറ. അല്ലാതെ ആളുകൾ ആസ്വദിച്ച് ചിലർ കഴിക്കും, അങ്ങനെയല്ല ബി.ആർ. കഴിച്ചിരുന്നത്. ഇത് പണ്ടൊരാൾ പറഞ്ഞല്ലേ, എന്നെ ആരും അടിച്ചിട്ടില്ല, പിന്നെ ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ ഒരു പാളയിട്ട് ഒരു അടി അടിച്ചെന്ന് പറഞ്ഞല്ലേന്ന് പറഞ്ഞത്. അയാൾ എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ്, ഒരു മൈനസേ ഉള്ളൂ, മദ്യപിക്കും. ആർക്കും ഒരു ദ്രോഹമോ വ്യക്തിവൈരാഗ്യമോ അങ്ങനെയുള്ള ഒരാളേ അല്ല. അത് തീർച്ചയായിട്ടും ബി.ആർ. അങ്ങനെ വ്യക്തിവിരോധമുള്ള ആളോ വൈരാഗ്യമുള്ള ആളോ അല്ല. എല്ലാവരോടും നല്ല രീതിയിലേ പെരുമാറും. യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ യൂട്യൂബിൽ അയാൾക്കെതിരെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ വിധുവിനോട് പറയുന്നു, വിധു ഈ അടുത്ത കാലത്ത് ഏതോ ഒരു പ്രോഗ്രാം ഒരു ചാനൽ വിളിച്ച്, M5 എന്ന് പറഞ്ഞൊരു ചാനൽ വിളിച്ച് എന്നെ ഫോണിലൂടെ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഫോണിലൂടെ മറുപടി പറഞ്ഞു കൊടുത്തത്, ഒരു ദിവസം കൊണ്ട് 14 ലക്ഷം പേരാണ് കണ്ടത്. തിരുവനന്തപുരത്ത് M5 എന്ന് പറഞ്ഞ ചാനലിൽ വിളിച്ചു ചോദിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 14 ലക്ഷം പേര് കണ്ടു. ഞാൻ യേശുദാസിന് ആദ്യമായി പാടാനുള്ള അവസരം കൊടുത്ത നമ്പ്യത്ത്, രാമൻ നമ്പ്യത്ത് എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ചെയ്തു. ഒരു ദിവസം കൊണ്ട് 4 ലക്ഷം പേര് കണ്ടു. എൻ്റെ പ്രോഗ്രാം 10 പേര് കാണാൻ വേണ്ടി ഞാൻ നുണ പറയൂ എന്ന് പറഞ്ഞാൽ അതൊന്നും ഏൽക്കൂല വിധുവിന് എന്നെ അറിഞ്ഞിടാത്തുള്ളതാണെന്ന് ഞാൻ പറയും. അതിൽ അദ്ദേഹത്തിന് നേട്ടമുണ്ടാകും എന്നാണ് പറയണത്. ഏതില്? യൂട്യൂബിൽ നുണ പറഞ്ഞ് ഒരുപാട് പേര് കണ്ടാൽ എനിക്ക് നേട്ടം ഉണ്ടാകും. തീർച്ചയായിട്ടും കണ്ടാൽ എനിക്ക് നേട്ടം ഉണ്ടാകും. പക്ഷെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നുവരെ ദിനേശ് വളഞ്ഞ വഴി പോയിട്ടില്ല വിധു.
വേറെ ആളെ മാറ്റിപ്പിടിയെന്ന് ഞാൻ പറയും. എന്നിട്ട് അവര് എന്നെ ചോദിക്കുന്നു, "ഏതാ സിനിമ?" ഉടൻ ചെറുക്കൻ, ഈ നുണയൻ ചെറുക്കൻ, "ബംഗ്ലാവിലോതാ, ബംഗ്ലാവിലോതാ." അവന്റെ ഒരു ആവേശം കാണണം കേട്ടോ, ഈ അവരെ വായിന്ന് എന്തെങ്കിലും ബിധുവിന്റെ വായിന്ന് കിട്ടാൻ വേണ്ടി. അപ്പൊ പറയാണ് ബംഗ്ലാവിലെത്താ. പാട്ടെഴുതാൻ പോയിട്ട് എന്നെ ബി.ആർ വിളിച്ചു തിരുവനന്തപുരത്ത്. "ഇയാൾ ആളത്ര ശരിയല്ല" എന്ന് പറഞ്ഞു. പൈസയൊന്നും തരികയില്ല. കണക്ക് പറഞ്ഞ് വാങ്ങുന്നവനല്ല പ്രസാദ്. അപ്പോ തിരുവനന്തപുരത്ത് വന്ന് പാട്ടെഴുതാൻ വന്ന് 8 ദിവസം സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ കണ്ടുകൊണ്ട് കിടന്ന മഹാകവി ഭാര്യയെ വിളിച്ച് പറഞ്ഞത്, "ഈ ദിനേശ് എന്ന് പറഞ്ഞ ആൾ അത്ര ശരിയല്ല." അത് ശരിയാ. കാരണം ഞാൻ അയാളുടെ വെള്ളം അടിക്കാനൊന്നും ഇരുന്നില്ല. പാട്ടിന്റെ സിറ്റുവേഷൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് പാടുന്നത്, ഇന്ന ആളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഇങ്ങ് പോയി. ഞാൻ രഘുനാഥ് പല്ലേരിയും കൂടെ. അതുകൊണ്ട് ചിലപ്പം ബി.ആറിന് തോന്നിക്കാണും, ഞാൻ പാട്ടെഴുതാൻ പോണോടത്തല്ല എൻ്റെ വെള്ളം അടിക്കാനും നുണ പറയാനും ഒക്കെ ഇരിക്കുന്ന ആളുകളാണല്ലോ ഈ സംവിധായകനൊക്കെ. ഇയാൾ മാത്രം എന്തൊരു ബോറൻ, വെള്ളം അടിക്കില്ല, നുണ പറയാനും ഇരിക്കില്ല, അയാൾ എൻ്റെ റൂമിൽ ഇരിക്കുന്നില്ല, അയാൾ സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് പൊയ്ക്കളഞ്ഞല്ലോ എന്ന് ചിലപ്പോൾ അയാൾക്ക് തോന്നിയിരിക്കാം. അതുപോലെ ആളത്ര ശരിയല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, പൈസയൊന്നും തരുന്ന, പൈസയുടെ കാര്യത്തിലൊന്നും ആൾ ശരിയല്ല എന്ന്. വിധുവിന്റെ ഓർമ്മയ്ക്ക് പറയാണ്, വിധു ഒരു സീരിയൽ എടുത്ത് 58 ലക്ഷം രൂപ കടം വന്നത് 3 വർഷം കൊണ്ട് 1,18,00,000 രൂപ ആയപ്പോൾ അഭിമാനമാണ് വലുത് എന്ന് തോന്നിയപ്പോൾ 2.5 കോടി രൂപയ്ക്ക് എന്റെ വീട് കൊടുക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് 2 കോടി കിട്ടുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 1,65,00,000 രൂപ പറഞ്ഞവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, ഈ വീട് വാങ്ങാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു വിട്ടിട്ട് ദിനേശ് ജി, ദിനേശ് ചേട്ടാ, ദിനേശ് സാറ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവരുടെ ടോൺ മാറുന്നു എന്ന് കേട്ടപ്പോൾ 1,65,00,000 രൂപ പറഞ്ഞ വീട് 1,30,00,000 രൂപയ്ക്ക് വിറ്റ് 1,18,00,000 രൂപയുടെ കടം തീർത്ത മനുഷ്യനെ കുറിച്ചാണ് വിധു നീ പറയുന്നത്. പൈസ കാര്യത്തിൽ ഞാൻ ആള് ശരിയല്ല. അതൊന്നും ഇവിടെ ഏക്കൂല വിധു. കാരണം ജീവിതം നേരെ വാ നേരെ പോ. സുഹൃതം എന്ന് പറഞ്ഞ എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ചെയ്ത സിനിമയിൽ ലൊക്കേഷനിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നുണ പറഞ്ഞു കൊടുത്തവരെയൊക്കെ എനിക്കറിയാം. എന്നെ കൊണ്ട് നിലം തുടപ്പിച്ച അതിന്റെ സംവിധായകൻ, എൻ്റെ ഗുരുനാഥൻ ഹരികുമാർ സാറ് എന്നെ കൊണ്ട് നിലം തുടപ്പിച്ചു. ആർട്ടിന്റെ അസിസ്റ്റന്റുമാർ ചെയ്യേണ്ട ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഒരു വാശി. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഷൂട്ടും തീരുന്നതിൻ്റെ അന്ന് റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ അങ്ങയോടൊപ്പം ഒരു സിനിമ ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർമാരേ ഉള്ളൂ, ഒന്നിലധികം ചെയ്ത ഒരാളെ ഉള്ളൂ, അത് ദിനേശാണ്. എനിക്ക് ആ ക്രെഡിറ്റ് മാത്രം മതി. ഇവിടെ വച്ച് താങ്കളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിറങ്ങിപ്പോയ ആളാണ് ഞാൻ. എന്നെ പറഞ്ഞ പൈസ വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, അത് ഞാൻ അറ്റ്ലസ് ജ്വല്ലറി രാമേന്ദ്രന് സംഭാവന കൊടുത്തും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. 1 രൂപ വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിച്ചോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആൽവിൻ ആന്റണി എന്ന് പറഞ്ഞ പൊടർഷേസി കുട്ടീനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഈ സുഹൃത്തിന്റെ സെറ്റിൽ വെച്ച് ദിനേശ് പിണങ്ങിപ്പോയോ എന്ന് കേട്ടാൽ അവൻ പറയും ജീവിക്കാറുണ്ടാത്താന്. അപ്പൊ ആ പൈസ വാങ്ങിച്ചോണ്ട് പോടാന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു തരും. ദിനേശ് കള്ളം പറയില്ലെന്നേ, പൊങ്ങച്ചും പറയില്ല. ആ എന്നെ കുറിച്ചാണ് അവർ പറയുന്നത്, പൈസയുടെ കാര്യത്തിൽ ഞാൻ ആളത്ര ശരിയല്ല. ഒപ്പം പറയാണ്, കണക്ക് പറഞ്ഞു വാങ്ങുന്നവനല്ല പ്രസാദ്. കണക്ക് പറഞ്ഞു വാങ്ങിച്ചു. 15,000 രൂപ ഒരു പാട്ടിനും 2,000 രൂപ യാത്രാപ്പടിയും. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ വന്നതിന് 2,000 രൂപ യാത്രാപ്പടി. എ സി വേണ്ട, ഫസ്റ്റ് ക്ലാസ്സിൽ വന്നെന്ന് വെച്ചോ. ആലപ്പുഴയിൽ നിന്ന് എറണാകുളം തിരുവനന്തപുരം വരെ എത്ര രൂപ ആവും അന്നത്തെ കാലത്ത്? ഇന്നല്ല, ഇവർ പറയുന്നതല്ല ഇന്നത്തെ കാലത്തെ കുറിച്ച്. ഞാൻ 15 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോ കണക്ക് പറഞ്ഞു വാങ്ങുന്നവനല്ല പ്രസാദ് എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രസാദിന്റെ ഫോട്ടോ മാത്രം കണ്ടിട്ടുള്ള ഈ പീറ ചെറുക്കൻ ഇരുന്നോണ്ട് പറഞ്ഞില്ല, അല്ല 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 അത് ശരിയാ, അത് ശരിയാ, ബി.ആർ പ്രസാദ് കണക്ക് പറയുന്ന ആളല്ല, യവൻ ജീവനോടെ കണ്ടിട്ട് പോലും ഇല്ല. അത് ഈ നാരദൻ ചെറുക്കൻ. അല്ല 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 അവൻ പറയാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പറയില്ല, പ്രസാദ് സാർ പറയില്ല. ഇന്നത്തെ കാലത്ത് 15,000 രൂപയ്ക്ക് ഒരു പാട്ടിന് 15,000 രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണോ എന്നാണ് വിധു ചോദിക്കുന്നത്. വിധു, 15,000 രൂപ വലിയ എമൗണ്ടാണ് എനിക്ക്, അതും 15 വർഷം മുമ്പ്. നിങ്ങൾ 2,000 രൂപയും കൊണ്ട് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ 2,000 രൂപയുടെ വില എത്രയുണ്ടെന്ന്? നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും 15,000 രൂപ എന്ന് പറഞ്ഞാൽ പുല്ല് പോലെ ഒരു 150 രൂപയുടെ പവറിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. 15,000 രൂപ വാങ്ങിച്ചത്രേ. വണ്ടിക്കൂലിയും പോയിട്ട് ഈ 15,000 രൂപ ഈ നാട്ടിൽ എന്തിന് ചെലവാക്കാനുണ്ടെന്നാണ് ചോദിക്കണേ. വണ്ടിക്കൂലിക്ക് 2,000 അഡീഷണൽ വാങ്ങിച്ചു. അന്ന് 15 വർഷം മുമ്പ് 15,000 രൂപയ്ക്ക് വാല്യൂ ഉണ്ട്. ഇന്നത്തെ 15,000 അല്ല വിധു. എന്ത് വാല്യൂ ഉള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്കറിയാമതെന്നാണ് അവർ പറയുന്നത്. അവർക്കൊരു ചുക്കും അറിയില്ല എന്ന് ഞാൻ പറയും. ഒരു പാട്ടെഴുതിയതിന് ഇവിടെ ഓരോ വ്യക്തികൾ എത്രയാ വാങ്ങിച്ചിരുന്നതെന്നാണ് വിധു ചോദിക്കുന്നത്. ആ വിധുവിന്റെ അറിവിലേക്കാണ് ഞാൻ പറഞ്ഞത്. 7 ആർട്സിന് വേണ്ടി ഞാൻ ചെയ്ത സീരിയലിന്റെ പാട്ടിന് ONV കുറുപ്പ് സാർ എന്നോട് പറഞ്ഞു, ദിനേശ്, വിജയകുമാറിനോട് ഞാൻ റേറ്റ് പറയില്ല. 7 ആർട്സ് വിജയകുമാറിനോട് ഞാൻ റേറ്റ് പറയില്ല. കാരണം വൈശാലി അടക്കം പഞ്ചാഗ്നി അടക്കം എല്ലാം എഴുതിയ ആളല്ലേ, അതിന് ഞാൻ റേറ്റ് പറയില്ല. ദിനേശ് എനിക്ക് 5 രൂപ വാങ്ങിത്തരണം, 5,000 രൂപ ദിനേശ് വാങ്ങിത്തരണം. ഞാൻ ഇതുപോലെ വിജയകുമാർ സാറിനോട് പറഞ്ഞു, സാറേ സാറിനോട് റേറ്റ് പറയില്ല എന്ന് പറഞ്ഞു. ആ ടൈറ്റിൽ സോങ് എഴുതിയതിന് 5,000 രൂപ കൊടുക്കണം. അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അങ്ങനെ 5,000 രൂപ എൻ്റെ തന്നു, ഞാൻ കൊണ്ട് കൊടുത്തു. പൂച്ചൽ കഥ സാറിന്റെ ഇത്ര വേണമെന്ന് കേട്ടപ്പോൾ ദിനേശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 3,000 രൂപ കൊടുത്തവൻ പുള്ളി എണ്ണി നോക്കിയിട്ട് ഇത്ര വേണോ എന്ന് കേട്ടു.
ഇരിക്കട്ടെ സാർ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആളാ. അപ്പൊ റേറ്റൊക്കെ ഇത്രേ ഉള്ളൂ എൻ്റെ പൊന്നു വിധു. നിങ്ങൾ പറഞ്ഞ കേട്ടതൊന്നും മഹാകവി കുമാരനാശാനൊക്കെ പറയണ്ട, വയലാറിനെ തന്നെ പറയാം. വയലാർ രാമവർമ്മയെക്കാളും മുകളിലാണ് ബി ആർ പ്രസാദ് എന്ന് തോന്നുന്നു നിങ്ങളെ വർത്താനം കേട്ട. 15,000 രൂപ ഒരു പാട്ടിനെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ 4/1 ഇവിടെ ഓരോ പാട്ടെഴുത്തുകാർ വാങ്ങുന്നതിന്റെ 4/1 ബി ആർ പ്രസാദ് വാങ്ങിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ 5,000ന്റെ 4/1 പറയുമ്പോൾ 1,250 രൂപ വാങ്ങാവൂ. 15,000 രൂപയാണ് വാങ്ങിയത്. അതുപോലും ബി ആറിന് പലയിടത്തുനിന്നും കിട്ടാറില്ല എന്നാണ് അവർ പറയുന്നത്. എത്ര വാങ്ങിയാലും ഞാൻ അറിയും എന്നാണ് അവർ പറയുന്നത്. വിധു കവറിലിട്ട് ഇത്ര രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എന്ന് അവിടുന്ന് പുറപ്പെടും മുമ്പ് തന്നെ ബി ആർ വിളിച്ചു പറയൂ എന്നാണ് പറയുന്നത്. 15,000 ചോദിച്ചെങ്കിൽ അദ്ദേഹത്തെ അത്രയും മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് വിധു പറയുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പൊന്നു വിധു നീ അനുഭവിക്കും എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ ഒരു വിധവയായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു വാക്കുകൊണ്ട് പോലും, ഒരക്ഷരം കൊണ്ട് പോലും ഞാൻ ബി ആറിനെ പീഡിപ്പിച്ചിട്ടില്ല. ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു റൂം എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ പണി ചെയ്യിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരാൾ കൂലിപ്പണിക്ക് വന്നാൽ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി റൂം എടുത്തു കൊടുത്തിട്ട് ചെടിക്ക് വളമിടാൻ ഒരാൾ വന്നാൽ ഇതിനിട് ഒരു പാട്ട് ഒരു ചട്ടി അങ്ങോട്ടിട് എന്ന് പറയുന്നത് പോലെ ഒരു പാട്ട് എഴുതുന്ന ആളിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ് ഇത് ചോദിക്കുന്നത്. മ്യൂസിക് ചെയ്ത് പാടി കേൾക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പിന്നിലുള്ള എഫർട്ട് അറിയുന്നത്. അതൊക്കെ എഴുതിയതിന്റെ ജോലി എങ്കിൽ മതി. ജയചന്ദ്രനല്ലേ പിന്നെ ജോലി, പിന്നെ പാടുന്ന ആളിലൊന്ന് പാടുന്നു, പിന്നെ ഇത് മിക്സ് ചെയ്യേണ്ട എഞ്ചിനീയർ, ഒരുപാട് ജോലിയുണ്ട്. വിധു അല്ലാതെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഭർത്താവ് എഴുതുന്ന 12 വരി മാത്രമല്ല, ഒരു പാട്ടിന് ഒരുപാട് എഫർട്ട് ഉണ്ട്. ഓരോ വ്യക്തികൾ വാങ്ങുന്നതിന്റെ 4/1 പോലും ബി ആർ പ്രസാദിന് കിട്ടിയിട്ടില്ല. പ്രസാദിനെ പറ്റിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തീറ്റയും കുടിയാറ്റി പോയാൽ പറ്റിക്കും. ദിനേശ് പറ്റിക്കില്ല, കാരണം ഞാൻ തീറ്റയും കുടിക്കും കൂടെ നിന്നിട്ടില്ല. കാശിന് വേണ്ടി ഒന്നും ചെയ്യുന്ന ആളല്ല പ്രസാദ്. അനിൽ പരച്ചുന്നനൊക്കെ പലപ്പോഴും വീട്ടിൽ വരും, വന്നിരുന്നാൽ സംസാരിക്കും, പാടും, എണീക്കേയില്ല രണ്ടുപേരും. ആശാന്റെയും വള്ളത്തോളിന്റെയൊക്കെ പല ഈണങ്ങളിൽ രണ്ടുപേരും പാടും. ഒരാൾ പാടി നിർത്തുമ്പോൾ അടുത്തയാൾ പാടും. പിന്നെ ഭയങ്കരമായ പൊട്ടിച്ചിരി. അയൽപക്കക്കാർ ചോദിക്കും എന്താ അവിടെയെന്ന്. രണ്ടുപേരും മോശമല്ലല്ലോ. ഏത് മോശമല്ലല്ലോ? അനിൽ പനച്ചൂരാനും അകാലത്തിൽ പോയത് ഞാൻ പറയണ്ടല്ലോ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ടി കെ രാജീവ്കുമാറും വരുമെന്ന്. ജലോത്സവത്തിലെ കുട്ടനാട് പാട്ട് കേരള ദേശത്തിന്റെ ഒഫീഷ്യൽ പാട്ടായി എടുക്കാമെന്നാണ് ഈ നാരദൻ ചെറുക്കൻ പറയണേ. നവംബർ 1 ഓർക്കുമോ അദ്ദേഹം? ഇവൻ ചോദിക്കും, ഒരു പാട്ട് എഴുതി കൊടുത്തിട്ട് കേരള പിറവിയിൽ അന്ന് ബി ആർ പ്രസാദ് ഓർക്കുമെന്ന്, ഈ കേരനിരകൾ ആടും എന്നുള്ള പാട്ട് എഴുതിയത് ഓർക്കുമെന്നാണ് ചോദിക്കുന്നത്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നുണ്ട് ഒരു നാടുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയ പാട്ട് ഇവിടെ ഉണ്ട്. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം എന്നുള്ള പാട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് മഹാന്മാർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഈ നാരദൻ ചെറുക്ക ഇതൊന്നും കേട്ടിട്ടില്ല, അതാണ് പ്രശ്നം. അവ ആകെ കേട്ടിട്ടുള്ളത് കേരനിരകളാടും എന്ന് പറഞ്ഞ മനോഹരമായ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലുള്ള ബി ആറിന്റെ പാട്ടേ കേട്ടിട്ടുള്ളൂ. അതിന് അവൻ ചോദിക്കുകയാണ്, നവംബർ 1 ബി ആർ പ്രസാദിനെ ഓർക്കാറുണ്ടോ? ഭർത്താവിനെ ഭാര്യ ഓർക്കാൻ കേരനിരകളാടും എന്നുള്ള പാട്ട് വേണമെന്നാണ് അവൻ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റുന്നു? 7 തിരക്കഥ എഴുതി പൂർത്തിയാക്കി ബി ആർ വച്ചിട്ടുണ്ട്. ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് പ്രിയദർശൻ ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. ചന്ദ്രോത്സവത്തിന് ഗുഡ്നൈറ്റ് മോഹൻ 50,000 രൂപ കൊടുത്ത് വാങ്ങി വെച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ എന്തോ ഒരു വഴക്കും വക്കാണും ഒക്കെ നടക്കുന്നത്. നേർവരകൾ എന്ന് പറഞ്ഞൊരു തിരക്കഥ എഴുതി വെച്ചു, അത് ഒരാൾ എടുത്തോണ്ട് പോയി, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നു. 50,000 രൂപ 15 വർഷം മുമ്പ് ഗുഡ്നൈറ്റ് കൊടുത്തു. എന്തോ പ്രശ്നമുണ്ട് അതിലെന്നാണ് വിധു പറയുന്നത്. വിധുവിന് പ്രശ്നം അറിഞ്ഞൂടാ, എന്തോ പ്രശ്നമുണ്ട്. 50,000 രൂപ 15 വർഷം മുമ്പ് ബി ആർ പ്രസാദ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രസാദ് മരിച്ചപ്പോൾ ഗുഡ്നൈറ്റ് മോഹൻ വിളിച്ചത്രേ. ജ്യേഷ്ഠനായി കരുതി എന്തും ചോദിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു കുറ്റമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 50,000 രൂപ വാങ്ങിച്ചിട്ട് നോവൽ എഴുതി 15 വർഷം മുമ്പ് കൊടുത്തിട്ട് അത് അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ പ്രസിദ്ധീകരിക്കാൻ എന്തോ പോയപ്പോഴാണ് അദ്ദേഹം കേസ് കൊടുത്തത്. പക്ഷേ ഇയാൾ രോഗഗ്രസ്തനായി മരിച്ചപ്പോൾ ഒരു മൂത്ത ജ്യേഷ്ഠൻ ചോദിക്കുന്നു, വിധുവിന് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത് കുറ്റമാണെന്നുള്ള രീതിയിലാണ് ഈ മഹതി പറയുന്നത്. മരിച്ച ദിവസം പണം വാങ്ങിയെന്നും ഭീമമായ തുക വാങ്ങിച്ചെന്നും അതും മരിച്ചതിൻ്റെ ഒന്ന് പറയാമോ? വീണ്ടും അവൻ കേൾക്കുകയാണ്. ആലോചിക്കുക, ഇവൻ കുത്തുത്തുരുമ്പ് മറ്റേ ഹൈദ്രോളി എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനായിട്ട് വരും അവൻ ചോദിക്കുകയാണ്, മരിച്ചതിൻ്റെ അന്ന് ഞാനത് ചെയ്തു. ഞാൻ മരിച്ചതിൻ്റെ അന്നും ചെയ്തിട്ടില്ല, പിറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പിറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ വിധുവിനെ സ്പിരിറ്റ് കയറ്റി കൊടുക്കുകയാണ്. ഒരാളുടെ ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ബഹുമാനമുണ്ടല്ലോ, അതുപോലും കൊടുക്കാതെ ശാന്തിവിള ദിനേശ് എന്ന മനുഷ്യൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ പൊന്നുമോനെ വിഷ്ണു, 3.5 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ഒരാളാണ്ടാ ഞാൻ.
ഒരു ഒരു അടിക്കത്തുടിക്ക് ഒരു അച്ഛൻ നഷ്ടപ്പെട്ടാൽ, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന വേദനയൊക്കെ നിനക്കറിയില്ലായിരിക്കും. പക്ഷെ ദിനേശിനറിയാം. വളരെ ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ വിധവയായതാണ്. എനിക്ക് 3.5 വയസ്സും എൻ്റെ അനുജന് 2.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ് ഇടിവെട്ടേറ്റ്. നീ എന്നെ പഠിപ്പിക്കരുത്. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കരുതേ മോനെ നാരദ. ഇത് മാത്രമേ നിന്നോട് എനിക്ക് പറയാനുള്ളൂ. നിന്നെ പോലെയുള്ള ചെറ്റത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലത്തെ പണി ദിനേശ് ചെയ്യില്ല. വിധു, ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഇതിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കോലും പിടിച്ചുകൊണ്ട് കുറെ വിവരദോഷികൾ വിധുവിനെ കാണാൻ കുട്ടനാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഇവനെ പോലുള്ള നാരദന്മാർ വന്നാൽ ഗേറ്റ് തുറക്കരുത് എന്നാണ്. ഗേറ്റ് ഉണ്ടോയെന്ന് എനിക്കുണ്ട്. ഗേറ്റ് ഉണ്ടെങ്കിൽ തുറക്കരുത് എന്ന് ഞാൻ പറയും. അപ്പോൾ പ്രസാദ് മരിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആന്തൽ ഉണ്ടാവും ഇപ്പോഴും എന്നാണ് വിധു പറയുന്നത്. പാവം, ആകെ ഒരു മൈനസേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മതിയല്ലോ, നഞ്ചെന്തിന് നാനാഴി, മദ്യപിക്കും. യൂട്യൂബിൽ പ്രസാദിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാവും. അതായത് യൂട്യൂബിൽ പ്രസാദിനെ കുറിച്ച് 4 പറഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കും ആളുകൾ. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ചെറുക്കൻ അതെ 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 അത് തന്നെയാണ് കേട്ടോ, അത് തന്നെയാണ് ആ ശ്രദ്ധിക്കാൻ തന്നെ. എൻ്റെ പൊന്നു മോനെ, നീ വേറെ വല്ല പണിക്കും പോടാ. നീ ദിനേശിനെ ഒന്നും കിളത്താറായില്ല. അങ്ങനെ ദിനേശിന് 10 പേരെ വേണമെങ്കിൽ ഇപ്പോൾ 2,07,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് എൻ്റെ. നീ 7 ജമ്മു എടുത്താൽ ദിനേശ് ആവാൻ കഴിയില്ല. അതൊക്കെ കൈ വെച്ചരെ. അതെ 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 അവൻ പറഞ്ഞോ കേൾക്കാൻ. നിങ്ങളിത് ചെയ്യ്, പാട്ടിങ്ങോട്ട് എഴുതാ എന്ന് പറഞ്ഞാൽ പാട്ടങ്ങോട്ട് ഛർദ്ദിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് വിധു അല്പ കോപത്തോടെ പിന്നെ ചോദിക്കുന്നത്. പാട്ടിങ് എഴുതാന്നൊന്നും ആരും തലയ്ക്ക് സുബോധമുള്ളവൻ പറയില്ല. എഴുതാനേ പറയുള്ളൂ, അല്ല എഴുതി ഇങ്ങോട്ട് ഇത്ര സമയത്തിനും തരണമെന്നൊന്നും പറയില്ല. അതുപോലെ തന്നെ പാട്ടിങ്ങോട്ട് എഴുതാ എന്നൊക്കെ ഒരുമാതിരി, നിങ്ങളത് ചെയ്യുക എന്നൊക്കെ ഒരുമാതിരി മോശം വർത്തമാനമൊന്നും ദിനേശ് പറയില്ല. പലർ ചർച്ചത്തിനോട് ചോദിക്കും എത്ര മാന്യമായിട്ടാ പെരുമാറിയത്. പ്രസാദിന്റെ കഥകൾ പലരും സിനിമയാക്കി. കാശിനായിട്ട് പ്രസാദ് ജീവിച്ചിട്ടില്ല. കാവി കയ്യിലെടുത്ത് നടക്കണം, അമ്പലക്കുളങ്ങളിൽ കുളിക്കണം, കടത്തിണ്ണയിലിരുന്ന് ചായ കുടിക്കണം, കടത്തിണ്ണയിലിരുന്ന് പത്രം വായിക്കണം, നാട്ടുകാരോട് കൊച്ചു വർത്താനം പറയണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇത് അന്വേഷിച്ച് നോക്കൂ ദിനേശിനെ പറ്റി. ഓരോ കേരളപ്പിറവി ദിനത്തിലും ഈ വ്യക്തിയെ ഓർക്കാറുണ്ട് എന്ന് ഈ മണ്ടച്ചെറുക്കൻ പിന്നെയും മണ്ടത്തറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളപ്പിറവി ദിനത്തിന്റെ അന്ന് ഈ കേരനിരകൾ ആടും എന്ന് പറഞ്ഞ ജലോത്സവത്തിലെ ആ ഒരു പാട്ടും വെച്ചുകൊണ്ടാണ് BR പ്രസാദിനെ വിലയിരുത്തുന്നത്. BR പ്രസാദ് അതിനൊക്കെ എത്രയോ മോളിൽ. ഈ ചെറുക്കൻ അറിഞ്ഞൂടാ. പൊട്ടക്കുളത്തിൽ പുണവൻ ഫണീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ ഈ കോലം കൊണ്ട് നടക്കണമെങ്കിലും വിവരമില്ല. അതാണ് പ്രശ്നം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. 21ാമത്തെ വയസ്സിൽ ആട്ടക്കഥ എഴുതിയ പ്രതിഭ BRനെ വർണ്ണിക്കുകയാണ്. ഓരോ രാഗത്തിന്റെയും വൈകാരിക ദീപ്തിയെപ്പറ്റി പറയാനറിവുള്ള ഒരു വിദ്വാൻ. ഭൈരവി രാഗം തലവേദനയുണ്ടാക്കും. രാഗത്തെപ്പറ്റി എത്ര അപബോധമുള്ള ആളാണ്. ഇവൻ പറയുക പ്രസാദ് എന്ന് പറഞ്ഞ ആരാ ദേവരായ മാഷിന്റെയൊക്കെ മോളില്, വയലാറിന്റെ എത്രയോ മോളില്. പിന്നെ ഈ ആട്ടക്കഥ അവരൊക്കെ ഇയാളെ ശിഷ്യത്വം സ്വീകരിക്കണമെന്ന രീതിയിലാണ് ഈ ചെറുക്കം പൊക്കി അടിക്കുന്നത് അവരെ. അപ്പൊ പൊക്കി വിട്ടാലേ ഈ വിധുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടൂ. എനിക്കും മക്കൾക്കും പ്രസാദേട്ടൻ മരിച്ചുപോയി എന്ന തോന്നൽ വന്നിട്ടില്ല. നിങ്ങളിത് ചെയ്യ്, നിങ്ങൾ ഇങ്ങോട്ട് എഴുതാ എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചു വെക്കാൻ പറ്റുമോ? വീണ്ടും അവർക്ക് ഛർദ്ദിലിനെ കുറിച്ചാണ്. എൻ്റെ പൊന്നെ വിധു, ഞാൻ ഇതുവരെ പറയാത്തത് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഛർദ്ദിലിനെ പറ്റി പറയുന്നത് എനിക്കറിയാം. എല്ലാ ദിവസവും വീട്ടിൽ ഛർദ്ദിൽ കോരുമായിരിക്കും നിങ്ങൾ. ഞാൻ കോരിയില്ല എങ്കിലും ഞാൻ തമ്പൂരിൽ കണ്ടു ഛർദ്ദിൽ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഛർദ്ദിലിനോട് ഇത്രയും ഇഷ്ടം. ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ച വിഷയമാണ്. തമ്പൂരിൽ നിങ്ങൾ പക്ഷെ വർഷങ്ങൾ ഒരുപാടായിപ്പോയി. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മാറിക്കാണും. അല്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞത് തന്നെ ഛർദ്ദിലിനെ കുറിച്ച്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും അതിൽ വിധു കയറി ഛർദ്ദിൽ. എന്തിന് വിധു ഛർദ്ദിലിനെയും മലത്തിനെയും മൂത്രത്തിനെയൊക്കെ പറ്റി സംസാരിക്കണം? നല്ല പരിമളമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവർ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് വരികൾ ഉണ്ടാക്കണം. ചെവിയിൽ ഇത് കേട്ട് എഴുതണ്ടേ? ആ മ്യൂസിക് തന്നാൽ ചെവിയിലിട്ട് കേട്ടോണ്ടിരിക്കും. വേറെ ഒന്നിലും ശ്രദ്ധിക്കില്ല. എത്ര ദിവസത്തെ മെനക്കേട്, എത്ര മണിക്കൂർ. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഈ പ്രയാസമൊന്നും അറിയുന്നില്ല. എൻ്റെ പൊന്നു വിധു, ഭാവനയുള്ള ആളുകൾക്ക് മണിക്കൂറുകൾ പോലും വേണ്ട കേട്ടോ പാട്ട്. ഒരുപാട് പേര്, ഭാസ്കരൻ മാഷ് അടക്കം, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം എന്നുള്ള പാട്ട് വിദ്യാരംഗ മാഷിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചോദിക്കും ഭാസ്കരൻ മാഷ് എത്ര സമയം എടുത്തു. അതൊക്കെ ഉള്ളവർ പാട്ട് എഴുതാനായിട്ട് മാത്രം വരുന്നവരാണെങ്കിൽ അവരതങ്ങ് എഴുതിക്കൊള്ളും. അതിനൊരുപാട് റിസ്ക് ഒന്നും ആവശ്യമില്ല. പുല്ലുപോലെ എഴുതി കൊടുക്കും. സിഗരറ്റ് കൂടിന്റെ കവറിന്റെ മറുവശത്ത് വയലാർ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പോട്ടെ, നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ പ്രയാസമൊന്നും അറിയുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും, പുറം ലോകത്ത് എന്ത് നടന്നാലും
അറിയുന്നില്ല. പുറം ലോകത്ത് എന്ത് നടന്നാലും അറിയാത്തത് പാട്ടെഴുതുന്നതിൻ്റെ ഇതിലല്ല. സ്ഥലകാല ബോധമില്ലാതെ കിടക്കുന്നവർക്കാണ് പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാത്തത്. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരു കാര്യം, സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ടിരുന്നു കളഞ്ഞത്രേ. അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിനേശ് കള്ളം പറഞ്ഞില്ല എന്ന്. ഇത് പറയാണ് അദ്ദേഹത്തിന്, അതായത് ബി ആർ പ്രസാദിന് സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്ന ഒരു സംഭവം ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. മനസ്സിലായ? സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വെച്ച് ഒരു നോവൽ എഴുതണം, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. തമിഴിൽ ആ സമയത്ത് മാട്രാൻ എന്ന സൂര്യയുടെ സിനിമ വന്നു. ഓ മറ്റവൻ ആര്, മറ്റേ നാരദൻ ചെറുക്കരുന്നുണ്ട്, ഹമ്മിങ് കൊടുക്കുക. ഓ എന്താ ഈ മാട്രാനെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പോൾ മാട്രാൻ എന്ന് പറഞ്ഞ സിനിമ വരുന്ന സമയം വരെ സയാമീസ് ഇരട്ടകളെ വെച്ച് ഒരു നോവൽ ചെയ്യാൻ അദ്ദേഹം ആലോചിക്കുകയായിരുന്നു. അതിന് എൻ്റെ സിനിമയുടെ പാവം പ്രൊഡ്യൂസറായ സുകുമാരൻ ഷാർജയുടെ പൈസയിൽ 8 ദിവസം സയാമീസ് ഇരട്ടകളെ ഓപ്പറേഷൻ കണ്ടുകൊണ്ടിരുന്നു എന്ന് വിധു തന്നെ സമ്മതിക്കുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല, ഇരട്ടകളുടെ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സിലെ സിനിമ വേറെ ആയിരുന്നു, അതിന് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ മാട്രാൻ വന്നതുകൊണ്ട് ബി ആർ പ്രസാദ് പറഞ്ഞു. പക്ഷേ അതിനു വേണ്ടിയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്, അതിനായിരിക്കാം അദ്ദേഹം അത് കണ്ടുകൊണ്ടിരുന്നത്. റിസർച്ചിനായല്ലേ കണ്ടത് എന്ന് ആര്, ഈ വിഷ്ണു. എടാ വിഷ്ണു, നിന്റെ എനിക്ക് പറയാനുള്ളത്, കണ്ടവന്റെ പൈസയിലല്ല റിസർച്ച് ചെയ്യാനുള്ളത്. വഴി കിടക്കണ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കരുത്. നീ കുറെ കാശ് കൊണ്ട് കൊടുക്കാത്തത് റിസർച്ച് ചെയ്യാൻ പ്രൊഡ്യൂസറുടെ പൈസ ചെലവാക്കണ്ട. ഇനി എവിടെയെങ്കിലുമൊക്കെ ഇന്റർവ്യൂ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ റിസർച്ച് ചെയ്യാതിരിക്കണമെങ്കിൽ വിഷ്ണുവിൻ്റെ നിന്ന് വാങ്ങിച്ചാൽ, വിഷ്ണു അല്ല നാരദൻ്റെ നിന്ന് വാങ്ങിച്ചാൽ മതി. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നതായിരിക്കാം ഈ സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി കഥ കണ്ടെത്തിക്കൊണ്ടിരുന്നതാണെന്ന് 8 ദിവസം ആരെ സുകുമാരൻ ഷാർജയുടെ ചെലവിൽ പാട്ട് എഴുതാൻ വന്നിട്ട്, എന്നിട്ട് ഒരു വരി പാട്ട് എഴുതിയില്ല. അപ്പൊ വിധു തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അതൊരു കുറ്റമാണോ? അതാണ് വിധു ചോദിക്കുന്നത്. എന്തെല്ലാം കണ്ടാൽ ഒരു മനുഷ്യന് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും? അടുക്കി വച്ചിരിക്കുകയല്ലോ കഥ മനസ്സിൽ. ഇതുപോലെയൊക്കെ കണ്ട് ടി വിയിലൊക്കെ കണ്ടല്ലേ കഥ ഉണ്ടാക്കുന്നതെന്നാണ് കേൾക്കുന്നത്. പക്ഷേ കഥ ഉണ്ടാക്കുമ്പം കണ്ടവന്റെ പ്രൊഡ്യൂസറുടെ കാശ് കൊണ്ടല്ല കഥ ഉണ്ടാക്കേണ്ടതെന്ന് പാവം വിധു അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് ചെയ്യുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. അദ്ദേഹം ആരോപിക്കുന്നത് 15,000 രൂപയെ പറ്റിയാണ്. 15,000 രൂപ കൊണ്ട് ഒരാളിന് 2 or 3 പാട്ടുകൾ എഴുതി കൊടുത്തിട്ട് 15,000 രൂപ കൊടുത്തെന്നാണോ അദ്ദേഹം ചോദിച്ചു മേടിച്ചു എന്ന് പറയുന്നത്? ഒരു പാട്ടേ എഴുതിയുള്ളൂ വിധു, നീ 2, 3 പാട്ടെന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന് 5,000 രൂപ ആയി. 5,000 രൂപ ONV കുറുപ്പ് സാർ വാങ്ങിക്കുന്ന കാലത്ത് 15,000 രൂപ ഒരു പാട്ടിന് വാങ്ങിയതാണ്. നീ അതിനെ 2, 3 പാട്ടാക്കാതെ. അവസാനം ഇദ്ദേഹം വന്ന് ദേഷ്യപ്പെട്ടു. ഞാൻ ഒരക്ഷരം ദേഷ്യപ്പെട്ടുവെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞുവെങ്കിൽ പറഞ്ഞു എന്ന് പറയാൻ ഒരു പേടിയില്ലാത്ത ആളാണ്. ഇത് നമ്മളെ അലി അക്ബർ ഫെഫ്കയുടെ ഓഫീസിലിട്ട് ഞാനും ബി ഉണ്ണീഷനോട് ഇടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. മനസ്സിൽ പോലും അറിയാത്ത കാര്യമാണ് ഇത് പറയുന്നത്. 3 ദിവസമായിട്ട് നിങ്ങൾ ഇതുവരെ പാട്ട് എഴുതിയില്ലേ എന്ന് ഇദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിനെ അനുസരിച്ചു ഫിലിം ഡയറക്ടറുടെയും ഫിലിം ചെയ്യാൻ പോകുന്ന ആളിൻ്റെയും ആ കഥയുടെയും മ്യൂസിക് ഡയറക്ടറുടെയും എല്ലാം അനുസരിച്ച് വേണ്ടി ഒരാൾ വരികൾ എഴുതാൻ ആണ്. തിരക്കഥാകൃത്തായ രഘുനാഥ് പലേരി കഥ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. ആ പടം ഡയറക്റ്റ് ചെയ്യുന്ന ഞാനാണ്. ഒപ്പം പ്രൊഡ്യൂസർ ഒരു കെട്ട് നോട്ട്, അന്നത്തെ കാലത്ത് 35 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം ഷാർജയ്ക്ക് പറന്നു കളഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസറുടെ റോളും ഞാനാ ചെയ്യണേ. അപ്പോൾ ഞാൻ ചോദിക്കാതിരിക്കുമോ? നിങ്ങൾ 3 ദിവസമായിട്ട് എന്താണ് ബി ആർ ഒരു വരി പോലും എഴുതാത്തതെന്ന് ചോദിച്ചതാണ് തെറ്റെന്നാണ് പറയണേ. അത് സംവിധായകന്റെയും നിർമ്മാതാവിൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഒക്കെ ഇഷ്ടമനുസരിച്ച്, മ്യൂസിക് ഡയറക്ടറെയൊക്കെ ഇഷ്ടമനുസരിച്ച് വാക്കുകൾ ആലോചിച്ചിരുന്നതാണെന്ന് അത് സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവിടുന്ന് പോരുന്നത്. അടുത്ത പാട്ട് എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പോരുകയായിരുന്നു. 100% കള്ളമാണ് വിധു നീ പറയുന്നത്. അടുത്ത പാട്ട് 10-15 ദിവസം നിങ്ങൾ രഘുനാഥ് പലേരി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചോദിക്കും. മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രനെ കാണുമ്പോൾ ചോദിക്കും, എന്തിനാണ് ബി ആർ പ്രസാദിനെ ഒരു പാട്ട് എഴുതിയിട്ട് മാറ്റിയത്, അല്ലെങ്കിൽ ബി ആർ ജയചന്ദ്രൻ എഴുതിയ പകുതി പാട്ടിന്റെ ബാക്കി എഴുതിയതിന് 15,000 രൂപ കൊടുത്ത് അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടത് എന്താണെന്ന് ചോദിക്കും. ഞാൻ കള്ളം പറയില്ല. അല്ലാതെ ഇത് പറയാണ് ഇനി അടുത്ത പാട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് ബി ആർ പറഞ്ഞു. വേഷ ഇരുന്ന് എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ്, പൈസ ചോദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചോദിക്കാതെ പോകുന്നതിനെന്ന്. അതായത് ഞാനിങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ പൈസ 15,000 രൂപ എന്ന് പറഞ്ഞത്. അല്ല എങ്കിൽ 1 രൂപ വാങ്ങിക്കാതെ ബി ആർ പ്രസാദ് പോയനെ എന്നാണ് പറഞ്ഞത്. പുളിക്കും വിധു 15,000 രൂപയും 2,000 രൂപ യാത്രാപ്പടിയും ചോദിച്ച പൈസ പറഞ്ഞ് വാങ്ങിച്ചിട്ട് 1 ദിവസം കൂടുതൽ ഞാൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് എൻ്റെ ഔദാര്യത്തിൽ താമസിച്ചിട്ടാ പോയെ. എത്രയോ പേർ വണ്ടിക്കൂലി പോലും കൊടുക്കാതെ കടം മേടിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പാട്ടെഴുതാൻ പോയിട്ട് വണ്ടിക്കൂലി പോലും കൊടുക്കാതെ. ഞാൻ എന്തായാലും വിധു അത് പറയുന്നില്ല, അത്രയും മാന്യത കാണിച്ചു. 15,000 രൂപ 2,000 രൂപ പറഞ്ഞില്ലെങ്കിലും 15,000 രൂപ കൊടുത്തു എന്നുള്ളത് സമ്മതിക്കുന്നു.
ചിലയിടത്ത് പോയാൽ വണ്ടിക്കൂലി പോലും കിട്ടാതെ പരിചയക്കാരെ ആരെങ്കിലും വിളിച്ച് കടം വാങ്ങിച്ചാണെന്ന് വണ്ടി കയറി വീട്ടിൽ ചെല്ലുന്നത്. തിരിച്ച് കയറി വരുമ്പം പറയും, ഇന്ന് പോയിട്ടൊന്നും കിട്ടിയില്ല. നമ്മൾ അതൊക്കെ പൊരുത്തപ്പെടും. 2000 രൂപയുമായാണ് BR ആശുപത്രിയിലാണെന്ന് വിവരം അറിഞ്ഞപ്പോൾ വിധു വരുന്നത് തിരുവനന്തപുരത്തേക്ക്. 20 ലക്ഷം രൂപയോളം സുഹൃത്തുക്കൾ ചെലവിട്ടു. വേണമെങ്കിൽ ഒരു രഹസ്യം കൂടി പറയാം വിധു. നോവിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. അയാൾക്ക് ICUയിൽ കയറി കിടന്നാൽ മതി ദിവസം എത്ര ചെലവാണെന്നറിയാമോ? വീട്ടുകാർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ, തെണ്ടാൻ ഒരു കൂട്ടം കൂട്ടുകാരുണ്ടല്ലോ എന്ന് എന്നോട് BR പ്രസാദിന്റെ അടുത്ത ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാ. ദിനേശേ, അവൻ നല്ല മദ്യപാനിയായിരുന്നു, കഴിച്ചു, ബോധമില്ലാതെ ICUയിൽ കിടക്കുന്നു. ഭാര്യ വന്ന് നിപ്പുണ്ട്, ഭാര്യ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഞങ്ങൾ കുറെ കൂട്ടുകാർ നിങ്ങളെപ്പോലുള്ളവരെ വിളിച്ച് തെണ്ടുന്നു. അവർക്കിത് അറിയണ്ടല്ലോ, അയാൾക്ക് ICUയിൽ കണ്ണുടച്ച് കിടന്നാൽ മതിയല്ലോ, ഭാര്യയ്ക്ക് പുറത്ത് നിന്നാൽ മതിയല്ലോ. 10-20 ലക്ഷം രൂപ ഞങ്ങൾ കൂട്ടുകാരിൽ നിന്ന് പലരിൽ നിന്നുമായിട്ട് പിരിച്ചാണ് ചെയ്യുന്നത് ദിനേശ്. നിവൃത്തിയില്ല, ദിവസം 1-1.5 ലക്ഷം രൂപ ചിലവുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർമാരിൽ നിന്ന് എഴുതി വാങ്ങാൻ പോകണമെന്ന് കൊണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടുപോകാൻ എന്തോ തയ്യാറെടുക്കുമ്പോഴോ ആണ് BR മരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നാളെ എൻ്റെ ഗതി എന്താവുമെന്ന് ആർക്കറിയാമെന്ന്. ഒരു ബാങ്ക് ബാലൻസും ഇല്ലാത്ത ഒരാളല്ലേ ഞാൻ. നമ്മൾ എന്നാലും ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് അച്ചടക്കം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിധുവിനെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ചാനലിലൂടെ ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് എന്നെ ഒരു വില്ലനാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. 2 പെൺകുട്ടികളും വിധുവിൻ്റെയും ജീവിതമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞാണ്, എപ്പോഴും എന്തിനാ പറയണേ. ഒരു പറക്കം പറ്റാത്ത 3-യും 2-യും വയസ്സുള്ള 2 കുട്ടികളെയും കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് എൻ്റെ അമ്മ. ഞങ്ങൾ അനുഭവിച്ച പോലെ പട്ടിണി, പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടായിരുന്നു. കൈനീട്ടി വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 1,15 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് ഞാൻ ഒരാളിന് പോലും കൊടുക്കാനില്ലാതെ മുഴുവൻ പേരും പൈസ കൊടുത്തവനുണ്ട്. സ്വന്തം വീട് വിറ്റ്. നിങ്ങൾ വസ്തുവൊന്നും വിറ്റില്ലല്ലോ, കണ്ടവനെ പിരിച്ചല്ലേ ചികിത്സ നടത്തി. രാജകുമാറിന്റെ നേതൃത്വത്തിലോ അയാളുടെ വലിയ മനസ്സുള്ളതുകൊണ്ട് അയാൾ കൂട്ടുകാരിൽ നിന്ന് മോഹൻലാലിന്റെ അടക്കമുള്ളവരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് ചികിത്സിച്ചു. എന്തിനു ചികിത്സിച്ചു? വെള്ളം അടിച്ച് ഇന്റേണലായിട്ടുള്ള എല്ലാ ഓർഗനുകളെയും നശിപ്പിച്ചതിന് ചികിത്സിച്ചു. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് വിധു. നിങ്ങൾ ഇതിനു വേണ്ടി ഇനി എത്ര എപ്പിസോഡ് ഏതെല്ലാം ചാനലിലേക്ക് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ മറുപടി പറയില്ല. ഈ പറഞ്ഞ ഈ നാരദൻ ചെറുക്കം പറഞ്ഞതിന്റെ പേരിൽ ഇതാ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു, എന്ത് തെറി വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. കാരണം നിങ്ങളൊരു വിധവയാണ്. പക്ഷേ നിങ്ങൾ ദിനേശിനെ അന്വേഷിക്കണമായിരുന്നു. അയാൾ പൈസ കൊടുക്കുമ്പോൾ ഇയാളുടെ വഴക്ക് കൂടിയോ, ഇയാളുടെ മോശം എന്തെങ്കിലും വർത്താനം പറഞ്ഞോ, തനിക്ക് കോപ്പിൽ പാട്ട് എഴുതാറുണ്ടോ, 1-ാം കളി 2-ാം കളി 3-ാം കളി 4-ാം കളി 10-ാം കളി എന്നല്ലാതെ താൻ എന്ത് എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരക്ഷരം കൊണ്ട് ചോദിച്ചിട്ടില്ല. കാരണം അയാൾ സഫാരി ചാനലിലായാലും ഏഷ്യാനെറ്റിലും ഒക്കെ സുപ്രഭാതത്തിലും ഒക്കെ നന്നായിട്ട് സംസാരിച്ച ആളല്ലേ. എനിക്ക് നല്ല പരിചയമുള്ള ആളായിരുന്നു. ഞാൻ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല BRനെ ബുദ്ധിപൂർവ്വം പറഞ്ഞു വിട്ടു. ഒരു പാട്ട് മതി, ബാക്കി വേണ്ട, പണി നന്നായി മെസ്സിരി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ് ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടത് ശരിയാണ്. അത് 8 ദിവസം സയാമി സെരട്ടുകളുടെ ഓപ്പറേഷൻ കടന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ അയാൾ നോവൽ എഴുതാൻ വേണ്ടി എൻ്റെ ചെലവിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസറുടെ ചെലവിൽ 8 ദിവസം അത് കണ്ടത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ നാരദൻ ചെറുക്കം പറയണമെന്നും കേട്ട് വിശ്വസിക്കരുത്. ഇനി അവൻ കോലും കൊണ്ടുവരും, ഇതിൻ്റെ മറുപടി പറയാമെന്നുണ്ട്. എന്തു വേണോ പറഞ്ഞോ, ഞാൻ ഇനി മറുപടി പറയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് BR പ്രസാദ് എന്ന് പറഞ്ഞ എൻ്റെ പഴയകാല സുഹൃത്തിന്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി വീണ്ടും 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 നേർന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ പറക്കം പറ്റി. ഇനി അവർ പഠിച്ചും ജോലി നേടിയും വിവാഹം കഴിച്ചൊക്കെ നന്നായിട്ട് ജീവിക്കട്ടെ. എന്തായാലും താമസിക്കുന്നിടമൊന്നും വിറ്റ് തീർത്തിട്ട് പോയില്ലല്ലോ അയാൾ. സുഹൃത്തുക്കൾ വീതം വെച്ചൊക്കെയാണ് ചികിത്സ നടത്തിയെങ്കിലും അയാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമൊന്നും വിൽക്കേണ്ടി വന്നില്ലല്ലോ. അതുകൊണ്ട് ആ 2 കുട്ടികൾ നല്ല നിലയിലാകട്ടെ, അവർ 2 പേരും കൂടി അമ്മയെ പൊന്നുപോലെ നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എത്ര വേണമെങ്കിലും തെറി വിളിച്ചോ വിധു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ നെഞ്ചിലെ വേദന കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും വിധുവിന് വേദന തോന്നിയെങ്കിൽ അത് വിധു പറഞ്ഞു വാങ്ങിച്ചതാണെന്ന് മാത്രം വിശ്വസിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.